ബ്രഹ്മമയമാണ് എന്ന് അനുഭവവേദ്യമാകുവാൻ ആവശ്യമായ ഉപാസനാ പദ്ധതികൾ. പ്രതിമോപാസന താന്ത്രികമായിട്ടുള്ള ഉപാസനാ പദ്ധതിയാണ്. ഭാരതീയ സംസ്കാരം രണ്ട് കൈവഴികളിലൂടെയാണ് പുഷ്ടിപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. രണ്ട് കൈവഴികളാണ് ഭാരതീയ സംസ്കാരത്തിനുള്ളത്. ഒന്ന് വൈദികം, മറ്റത് താന്ത്രികം. വൈദിക ചരണി മാത്രമല്ല ഭാരതത്തിലുള്ളത്. ഭാരതത്തിൽ വൈദിക താന്ത്രിക രണ്ടു തരത്തിലുള്ള സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്താ തെളിവ്? മനുസ്മൃതിക്ക് കുല്ലുകഭട്ടൻ എഴുതിയ വ്യാഖ്യാനം. മനുസ്മൃതിക്ക് അതിപ്രധാനമായിട്ടുള്ള രണ്ട് വ്യാഖ്യാനങ്ങളിൽ ഒന്ന് കുല്ലുകഭട്ടന്റേതാണ്, മറ്റേത് മേധാതിഥി എന്ന വ്യാഖ്യാനമാണ്. അതിൽ കുല്ലുകഭട്ടൻ എഴുതിയ വ്യാഖ്യാനത്തിൽ ശ്രുതി എന്ന വാക്കിന് അർത്ഥം പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, ശ്രുതി രണ്ടു വിധത്തിൽ, വൈദികീ താന്ത്രികീച്ച, വൈദികമെന്നും താന്ത്രികമെന്നും രണ്ടു തരത്തിലുണ്ട് ശ്രുതി. ഈ രണ്ട് തരത്തിലുള്ള ശ്രുതികളാൽ പരിപോഷിപ്പിക്കപ്പെട്ടതാണ് ഭാരതീയ സംസ്കാരം. എന്തോ വിധി വൈപരീത്യം കൊണ്ട് ഇന്ന് പലർക്കും വൈദികമായിട്ടുള്ള സാഹിത്യത്തെക്കുറിച്ചും വൈദികമായിട്ടുള്ള സംസ്കാരത്തെക്കുറിച്ചും മാത്രമേ അറിയുകയുള്ളൂ, താന്ത്രികമായതിനെക്കുറിച്ച് അറിയുകയില്ല. പക്ഷെ ഉപാസനകളിൽ പ്രതിമോപാസന തന്ത്രത്തിന്റെ ഭാഗത്താണ് വരിക. പ്രതിമോപാസനയുടെ പരമലക്ഷ്യം മോക്ഷമാണ്. പ്രതിമോപാസനയെ മുന്നോട്ട് വെച്ചിട്ടുള്ള ശാസ്ത്രം ആ ഉപാസന കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതാണ് ആ ഉപാസനയുടെ ആത്യന്തികമായ ഫലം. ക്ഷേത്രങ്ങള് പ്രതിമോപാസനയുടെ ഭാഗമാണ്. ക്ഷേത്രം അതുകൊണ്ട് പരമമായ പദപ്രാപ്തിക്ക് വേണ്ടി തന്നെയാണ് മഹർഷീശ്വരന്മാർ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഗൗണമല്ല ക്ഷേത്രങ്ങൾ. ആദ്യ കാലഘട്ടങ്ങളിൽ ക്ഷേത്രങ്ങളും പിന്നെ ക്ഷേത്രവും വേണ്ട എന്ന ചിന്തയൊന്നും ക്ഷേത്ര സങ്കല്പത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളവർ പറഞ്ഞിട്ടില്ല. ഒരു ശാസ്ത്രത്തെ പറ്റിയിട്ട്, ആ ശാസ്ത്രത്തിന്റെ സങ്കേതങ്ങളെ പറ്റിയിട്ട് അതിന്റെ ഉപജ്ഞാതാക്കൾ പറയുന്നതാണ് അതിന്റെ പരമമായ ലക്ഷ്യം. തന്ത്രശാസ്ത്രത്തിന്റെ ഡൊമെയിനിലാണ് ക്ഷേത്രാദികൾ പെടുന്നത്. ക്ഷേത്രങ്ങളുടെ പരമലക്ഷ്യം തന്ത്രശാസ്ത്രത്തിൽ പറയുന്നതാണ്, മറ്റ് ശാസ്ത്രങ്ങളിൽ പറയുന്നതല്ല. തന്ത്രശാസ്ത്രം അനുസരിച്ച് ക്ഷേത്രം പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ക്ഷേത്രങ്ങളിലൂടെയുള്ളത്, ജപങ്ങളിലൂടെയുള്ളത്, ധ്യാനരൂപങ്ങളിലൂടെയുള്ളത്, പത്മങ്ങളൊക്കെ ഇട്ട് മണ്ഡലങ്ങൾ എന്നൊക്കെ പറയും അതിനെ, പത്മങ്ങള്, മണ്ഡലങ്ങള്, ചിത്രങ്ങളെ, വിവിധങ്ങളായിട്ടുള്ള ജ്യാമിതീയ ചിത്രങ്ങളെ, ജിയോമെട്രിക്കൽ ഫോംസിനെ ധ്യാന വിഷയത്തിന് വിധേയമാക്കുന്നതിലൂടെയുള്ളത്, അതൊക്കെ തന്ത്രത്തിന്റെ ഭാഗത്ത് വരുന്നതാണ്. ആ രീതിയിലുള്ള ഉപാസന. ഇതിൽ ഏത് രീതിയിലുള്ള ഉപാസനയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? നമ്മുടെ ആന്തരിക ചോദനയ്ക്ക് അനുരൂപമായ രീതിയിലുള്ള ഉപാസന. വ്യത്യസ്തരായിട്ടുള്ള അനവധി ആൾക്കാർക്ക് ഉപാസന ചെയ്യുവാൻ വേണ്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങൾ ഇവിടെ നിലവിലുണ്ട്. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാകും, ഇത്രയധികം ദേവീദേവന്മാരുണ്ടാകുന്നതിന് മുമ്പ് ഒന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. കാരണം ഭാഗവത സപ്താഹങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ ആ വേദിയിൽ പോയാൽ, ഭാഗവത സപ്താഹ വേദികളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ നമ്മുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന നാമം നാരായണ 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 എന്നായിരിക്കും. ഭാഗവത സപ്താഹം കഴിയുമ്പം കന്നിമാസം വരും. കന്നിമാസത്തിലെ നവരാത്രിക്ക് അമ്പല കമ്മിറ്റിക്കാരൊക്കെ ഇപ്പൊ ദേവീ ഭാഗവത നവാഹം നടത്തും. അവർക്കിപ്പോ ദേവീ ഭാഗവത നവാഹം നടത്തിയാലും സപ്താഹം നടത്തിയാലും പുരാണ സമീക്ഷ, ശിവപുരാണ സമീക്ഷ നടത്തിയാലും ഒക്കെ ഒരേപോലെയാണ്. അവരെന്തിനാ ഇത് നടത്തുന്നതെന്നറിയോ? അടുത്ത ജനറൽ ബോഡി വിളിച്ചു കൂട്ടുമ്പോൾ ഞങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ജനറൽ ബോഡിയെ കൺവിൻസ് ചെയ്യിക്കണം. എന്നാൽ മാത്രമേ പിന്നെയും എലക്ട് ചെയ്ത് കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒക്കെ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ നേട്ടങ്ങളുടെ ലിസ്റ്റ് വലുതാക്കാൻ വേണ്ടി ഭാഗവത സപ്താഹം നടത്തിക്കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ അവർ ദേവീ ഭാഗവതം തുടങ്ങും. ദേവീ ഭാഗവത വേദികളിൽ നാരായണ നാമം ജപിച്ച് കയറിയ നമ്മൾ ഇറങ്ങുമ്പം അമ്മേ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ എന്നുള്ള നാമങ്ങളായിരിക്കും. പിന്നെ കുറച്ചു കാലത്തേക്ക് അതാ ശരണം വിളി. അങ്ങനെ കന്നിമാസം കഴിഞ്ഞപ്പോഴത്തേക്കും വൃശ്ചികം വന്നു. വൃശ്ചികം വന്നാൽ കേരളം മുഴുവനും സ്വാമിയേ ശരണമയ്യപ്പ, ശരണം വിളിയാണ്. പിന്നെ അങ്ങനെ മകരം കഴിഞ്ഞു. മകരം കഴിഞ്ഞപ്പോ കുംഭം വന്നു.
കുംഭത്തിൽ ശിവരാത്രി, ശിവരാത്രിയിലും കമ്മിറ്റിക്കാർ ശിവപുരാണ സമീക്ഷ വയ്ക്കും. ശിവപുരാണ സമീക്ഷയ്ക്ക് കയറിയപ്പം മുതൽ ശിവ 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 എന്നാണ്. കുറച്ചു കാലം മഹാവിഷ്ണുവിന്റെ കാൽക്കലെ പന്തായിരുന്നു നമ്മുടെ ജീവിതം. മഹാവിഷ്ണു ഒരു തട്ട്, ദേവിയുടെ കാൽക്കൽ കിടന്ന് കുറച്ചു കാലം ഉരുണ്ടു, ദേവി ഒരു തട്ട്, അയ്യപ്പസ്വാമിയുടെ കാൽക്കലായി പിന്നെ ആ പന്ത്, അയ്യപ്പസ്വാമി കാൽക്കൽ അത് കുറച്ച് ഉരുട്ടി ഒരു തട്ട്, അത് പരമശിവന്റെ കാലിലായി. പരമശിവൻ കുറച്ചു കാലം അത് തന്റെ കാൽക്കീഴിൽ ഇട്ട് ഉരുട്ടി നീട്ടിയൊരടി, ഔട്ട്. ഇപ്പൊ നമ്മൾ ഔട്ടി നിൽക്കുക. ഇതിലേത് കാലാ പിടിക്കേണ്ടത് എന്നുള്ള സംശയം വരുമ്പോൾ, ഇതിലേത് പുസ്തകമാ വായിക്കേണ്ടത് എന്നൊരു സംശയം വരുമ്പോൾ അറിയാതെ നമ്മളും പ്രാർത്ഥിച്ചു പോകും, ഭഗവാനെ ഒറ്റ പുസ്തകവും ഒറ്റ ദൈവവുമായിരുന്നെങ്കിൽ എത്ര സൗകര്യമായിരുന്നു. ഇത് നമ്മൾ ചെയ്യുന്ന. അപ്പൊ അത് ചിന്തിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണോ ശരി? ഏക പുസ്തകവും ഏകേശ്വരവാദവുമാണോ ശരി? ആണെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. അതിന് നമുക്കെല്ലാവർക്കും അനുഭവമുള്ള ഒരു വികാരം എടുക്കാം, സാർവലൗകികമായിട്ടുള്ള വികാരം, വിശപ്പ്. വിശക്കാത്ത മനുഷ്യരില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഈ മുറിയിലിരിക്കുന്ന നമ്മളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ സെറ്റിൽ ചെയ്തവരായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ കോഴിക്കോട് സെറ്റിൽ ചെയ്തത്? വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട്. വയറ് നിമിത്തം, ഉദരനിമിത്തം ബഹുകൃതവേഷം. ശങ്കരഭഗവത്പാദർ വെറുതെ പാടിയതല്ല അത്. ഏതുപോലെയാണോ ഒരു ചെടി അതിന്റെ വേരുകൾ ആഹാരത്തെ തേടി ഭൂമിക്കടിയിലൂടെ പായിക്കുന്നത്, അതേപോലെ മനുഷ്യരാശി ആഹാരം തേടിയാണ് ഉദ്ഭവസ്ഥാനത്ത് നിന്ന് വിവിധ വശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. തെക്കേ ഇന്ത്യയിലേക്ക് 1,00,000 വർഷം മുമ്പാണ് മനുഷ്യരാശി മൈഗ്രേറ്റ് ചെയ്തത് എന്നാണ് ആന്ത്രപ്പോളജിസ്റ്റുകളുടെ നിഗമനം. 45,000 വർഷങ്ങൾക്ക് മുമ്പാണ് യൂറോപ്യൻ നാടുകളിലേക്ക് മനുഷ്യൻ മൈഗ്രേറ്റ് ചെയ്തതും എന്ന് പറയുന്നു, ആഫ്രിക്കൻ നാടുകളിൽ നിന്ന്. അത് നരവംശാസ്ത്രജ്ഞന്മാരുടെ കണക്കാണ്. അപ്പോൾ വേരുകൾ ചെടികൾ ആഹാരം തേടി പായിക്കുന്നത് പോലെ തന്നെയാണ് മനുഷ്യൻ ആഹാരം തേടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചേക്കേറുന്നത്. ജീവന്റെ തുടിപ്പ് ചെടിയിലായാലും മനുഷ്യനിലായാലും ഒരേപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. ഒരേപോലെയാണ് ജീവൻ ഏത് രീതിയിലാണെങ്കിലും പെരുമാറുക. ഒറ്റ ജീവനേ ഉള്ളൂ എന്നുള്ളത് മറ്റൊരു വാസ്തവം. ഏതായാലും അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അങ്ങനെ ആഹാരം തേടി ജീവിക്കുന്നതിനിടയിൽ എന്താ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം? വിശപ്പ്. ഒരു 5 ദിവസം വിശക്കാതിരുന്നാലോ? വിശപ്പൊരു പ്രശ്നമായതുകൊണ്ട് അതിന് പരിഹാരം തേടിയിട്ടുള്ള യാത്രയെ ജീവിതമെന്ന് വിളിക്കുന്ന നമുക്ക് ഒരു 5 ദിവസം വിശക്കാതിരുന്നാൽ വലിയ ബുദ്ധിമുട്ടായി. സന്തോഷിക്കുകയല്ലേ വേണ്ടത് വാസ്തവത്തിൽ. വിശപ്പിന്റെ വിളിക്കു വേണ്ടിയിട്ടാണ് ഈ പെടാപ്പാട് മുഴുവൻ പാടുന്നത്. വിശക്കാതിരിക്കുന്നത് ഒരു അനുഗ്രഹമാണ് എന്ന് കരുതുന്നതിന് പകരം നമ്മൾ ഒട്ടൻ ഡോക്ടറെ അടുത്ത് പോവും. എന്താ രോഗം? വിശപ്പില്ലായ്മ. എന്തിനു വേണ്ടിയാ ഈ പണിയെടുക്കുന്നത് മുഴുവൻ? വിശക്കാതിരിക്കാൻ. ഒരു വൈരുദ്ധ്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. വിശപ്പിന് വേണ്ടി, വിശപ്പിന്റെ വിളി നിർവഹിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന നമുക്ക് വിശക്കാതിരുന്നാൽ അതൊരു പ്രശ്നമാകുന്നു. വൈരുദ്ധ്യങ്ങളാണ്. വൈരുദ്ധ്യങ്ങൾ ലോകത്തിൽ മനുഷ്യരാശി ഉണ്ടായ അന്നു മുതലേ ഉള്ളതാണ്. വൈരുദ്ധ്യങ്ങളുടെ സമരത്തിലൂടെയാണ് ലോക പുരോഗതി ഉണ്ടാകുന്നത് എന്ന് ആധുനിക ചിന്തകന്മാര് പറഞ്ഞു. കാർൽ മാർക്സൊക്കെ ആ വാദഗതിക്കാരനാണ്. അതായത് വൈരുദ്ധ്യങ്ങളുടെ സംഘർഷത്തിലൂടെയാണ് പ്രപഞ്ചം പുരോഗതിയിലേക്ക് നീങ്ങുന്നത്. അദ്ദേഹം അതിനെ തിസീസ് എന്നും ആന്റി തിസീസ് എന്നും വിളിച്ചു. തിസീസും ആന്റി തിസീസും തമ്മിലുള്ള സംഘർഷത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത് സിന്തസിസ്. സിന്തസിസ് പിൽക്കാലത്ത് മറ്റൊരു തിസീസായി മാറുകയും അതിനൊരു ആന്റി തിസീസ് ഉണ്ടാവുകയും തിസീസും ആന്റി തിസീസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളിലൂടെ പുതിയൊരു സിന്തസിസ് ഉണ്ടാവുകയും അങ്ങനെ സംഘർഷത്തിലൂടെ ലോകം പുരോഗമിക്കും എന്ന് ആധുനിക ചിന്തകൻ ലോകത്തെ പറഞ്ഞു മനസ്സിലാക്കി. ഭാരതീയ മഹർഷീശ്വരന്മാരാകട്ടെ ഈ വൈരുദ്ധ്യത്തെ കണ്ടിരുന്നു. ജീവിതം വൈരുദ്ധ്യാത്മകമായ പലതിലും ആശ്രയിച്ചും അധിഷ്ഠിതവുമായിട്ടാണ് മുന്നോട്ടു പോകുന്നത് എന്ന് മനസ്സിലാക്കി. പക്ഷേ വിരുദ്ധത സമ്പ്രദായങ്ങളെ, വൈരുദ്ധ്യങ്ങളെ തമ്മിൽ അടുപ്പിച്ച് സമരത്തിലൂടെ അല്ല അവർ മുന്നോട്ട് കൊണ്ടുപോയത്.
വൈരുദ്ധ്യങ്ങളുടെ സമരത്തിലൂടെയല്ല, വൈരുദ്ധ്യങ്ങളുടെ സാമരസ്യത്തിലൂടെയാണ് പുരോഗതി എന്നവർ കണ്ടു. വിരുദ്ധങ്ങളായിട്ടുള്ള ആശയങ്ങളും മനോഭാവങ്ങളും തമ്മിൽ അടിച്ചിട്ടല്ല ലോകം പുരോഗതിയിലേക്ക് പോകേണ്ടത്, തമ്മിൽ അടുത്തിട്ടാണ് ലോകം പുരോഗതിയിലേക്ക് പോകേണ്ടത് എന്നവർ കണ്ടു. അതുകൊണ്ട് അവരുടെ കൽപ്പനകളിലെല്ലാം ഈ വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉപനിഷത്തുക്കളിൽ പരമമായതിനെ നിർവചിക്കുമ്പോൾ അവർ പറയുന്നു അണോരണീയാൻ. തൊട്ട അപ്പുറത്ത് അടുത്ത വരിയിൽ അവർ പറയുന്നു മഹതോ മഹീതവാൻ. ചെറുതിൽ വെച്ച് ഏറ്റവും ചെറുതാണ് എന്ന് പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുമ്പ് അവർ പറയുന്നു അത് പക്ഷെ വലുതിലും വലുതാണ്. ചെറുതിൽ ഏറ്റവും ചെറുതായത് വലുതിൽ ഏറ്റവും വലുതാവുന്നത് എങ്ങനെ? അത് വൈരുദ്ധ്യല്ലേ? ആ വൈരുദ്ധ്യത്തെ വളരെ രസകരമായിട്ട് സമഞ്ജസമായിട്ട് സമ്മേളിപ്പിച്ചിരിക്കുന്നു. വൈരുദ്ധ്യങ്ങളുടെ സാമരസ്യത്തിലൂടെയാണ്, വൈരുദ്ധ്യങ്ങളുടെ സമരത്തിലൂടെ അല്ല പ്രപഞ്ചം പുരോഗമിക്കുന്നത് എന്ന് മഹർഷീശ്വരന്മാർ നിർദ്ദേശിച്ചു. അതുകൊണ്ടാണ് വിശപ്പും വിശപ്പില്ലായ്മയും നമ്മൾ അനുഭവിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ നമുക്കൊരു സംഘർഷമുണ്ടാകുന്നില്ല. നമ്മൾ ഇവയെ സാമരസ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ വൈരുദ്ധ്യങ്ങളെ ഒന്ന് എടുത്തു കാണിച്ചു എന്ന് മാത്രം. അങ്ങനെ വിശപ്പിന് പരിഹാരം എന്താണ്? വിശപ്പിന് ആഗോളതലത്തിൽ ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. അതെന്താ? ആഹാരം. വിശന്നാൽ എന്താ ചെയ്യുക? ആഹാരം കഴിക്കണം. വിശന്നാ തലകുത്തി നിന്നാ വിശപ്പ് മാറുമോ? ഇല്ല. മലന്ന് കിടന്നാൽ വിശപ്പ് കുറയുമോ? ഇല്ല. കമന്ന് കിടന്നാൽ വിശക്കാതിരിക്കുമോ? ഇല്ല. വിശപ്പിനൊരൊറ്റ വഴിയേ ഉള്ളൂ, അത് ആഹാരമാണ്. അതിൽ ആർക്കും തർക്കമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഞ്ഞിയും പയറും ആഹാരമാണ് എന്ന കാര്യത്തിലും ആർക്കും തർക്കമുണ്ടാകുമെന്നും തോന്നുന്നില്ല. എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള സർവാധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈശ്വരൻ വെളിപ്പെടുത്തി തന്നതിന്റെ വെളിച്ചത്തിൽ ഞാനിതാ കൽപ്പിക്കുന്നു, ഇന്നു മുതൽ ഇവിടെ കൂടിയിരിക്കുന്നവർക്കാർക്കെങ്കിലും വിശന്നാൽ അവർ കഞ്ഞിയും പയറും മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇറാഷണാലിറ്റി ഉണ്ടോ? ഇല്ല. കാരണം വിശപ്പിന് പരിഹാരം ആഹാരമാണ്, കഞ്ഞിയും പയറും ആഹാരവുമാണ്. സമ്മതിച്ചല്ലോ? കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വിശക്കുന്ന സമയത്ത് കഞ്ഞിയും പയറുമല്ലാതെ ദോശയും ഇഡലിയും ചട്ടിണിയും സാമ്പാറിനെയും കുറിച്ചും ഓർമ്മ വന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്ന നരകങ്ങളുടെ ഘോരാവസ്ഥ വർണ്ണിക്കാനും ഞാൻ മറക്കുകയില്ല. പിന്നെ നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഇഡലി കണ്ടാൽ, ദോശ കണ്ടാൽ, ചട്ടിണി കണ്ടാൽ, സാമ്പാർ കണ്ടാൽ കഴിക്കണമെന്ന് തോന്നിയാലും ഞാൻ പൊലിപ്പിച്ചു വർണ്ണിച്ചു കേൾപ്പിച്ച നരകങ്ങളിലുള്ള യാതനകളുടെ ഓർമ്മ ഇഡലിയെ കാണുമ്പം നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു വലിക്കും, ദോശയെക്കുറിച്ച് ചിന്തിക്കുമ്പം നിങ്ങളുടെ മനസ്സ് ഉൾവലിയും. വിശക്കുമ്പോഴെല്ലാം കഞ്ഞിയും പയറും മാത്രം. രാവിലെ കഞ്ഞിയും പയറും വിശന്നാൽ, ഉച്ചയ്ക്ക് വിശന്നാൽ പയറും കഞ്ഞിയും, രാത്രി വിശക്കുമ്പം കഞ്ഞി പയറിലിട്ട്, രാവിലെ വിശക്കുമ്പോൾ പയറ് കഞ്ഞിയിലിട്ട്, അങ്ങനെ കഞ്ഞിയും പയറിന്റെയും വിവിധ കോമ്പിനേഷനിൽ കഴിച്ച് അനവധി മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. നിങ്ങളോട് ചോദിക്കുകയാണ്, വിശക്കാറില്ലേ? ധാരാളമായിട്ട്. ആഹാരവും കഴിക്കാറില്ലേ? ഓ, ബാക്കിയാണ് കഴിച്ചിട്ട്. കഞ്ഞിയും പയറും ഒക്കെ സുലഭമായിട്ട് ഈ നാട്ടിൽ കിട്ടുന്നില്ലേ? സുഭിക്ഷതയല്ലേ ഈ നാട്ടില്? അതെ, കഞ്ഞിയും പയറും ഒക്കെ ബാക്കി വന്നിട്ട് ഞങ്ങൾ കളയുകയാണ്. മറ്റ് ജീവജാലങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി കഞ്ഞിയും പയറും കഴിക്കുന്നു. നിങ്ങളെന്താ പിന്നെ ഇങ്ങനെ മെലിഞ്ഞു 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 വരുന്നത്? വിശക്കുന്നുണ്ടെങ്കിൽ, ആഹാരം സ്ഥിരമായി കിട്ടുന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന് പകരം നിങ്ങളുടെ എല്ലാം ശരീരം വിശന്നിട്ടും ആഹാരം കഴിച്ചിട്ടും ശോഷിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? ആഹാരല്ലേ കഴിച്ചാൽ എന്താ കുഴപ്പം? എന്താ ഈ അനാരോഗ്യത്തിന് കാരണം? ഭിന്ന രുചിയോടുകൂടിയ നാവിന്റെ ഉടമസ്ഥനായ മനുഷ്യൻ, അവന് വ്യത്യസ്ത രുചികളുണ്ടെങ്കിലേ ഒരു രസമുള്ളൂ. ഭിന്ന രുചി ലോകഃ. ഭിന്ന രുചികളോടുകൂടിയ വൈവിധ്യങ്ങളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ ആരോഗ്യപൂർണരായി നിൽക്കണമെന്നുണ്ടെങ്കിൽ വിവിധ സ്വാദുകളോടുകൂടിയ ആഹാരം വേണം. വിവിധ സ്വാദുകളുള്ള ആഹാരം കഴിച്ചാൽ മനുഷ്യൻ ആരോഗ്യവാനായിരിക്കും. അതേപോലെ
മനുഷ്യ സമൂഹം ആരോഗ്യകരമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ അവന് പല ദൈവങ്ങളും പല പുസ്തകങ്ങളും കൂടിയേ തീരൂ. ബഹുദൈവവാദവും ബഹുപുസ്തകവാദവുമാണ് ആരോഗ്യത്തിന്, മാനവ സമൂഹത്തിന്റെ ആരോഗ്യത്തിന് നല്ലത്. നമുക്കൊന്ന് പരിശോധിക്കാം. ഇറാനിലേക്കും ഇറാഖിലേക്കും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിക്കുകയാണ്. ഏക ദൈവവാദവും ഏക പുസ്തകവാദികളുമായിട്ടുള്ള മനുഷ്യർ താമസിക്കുന്ന ഭൂമിയിലെ സങ്കേതം ഇറാനും ഇറാഖും. ഇറാനിലും ഇറാഖിലും അമേരിക്ക അധിനിവേശം നടത്തുന്നതിന് മുമ്പ്, അമേരിക്കൻ അധിനിവേശമൊക്കെ ഈ അടുത്ത കാലത്തുണ്ടായതാണ്, അതിനുമൊക്കെ എത്രയോ കാലം മുമ്പ് ഇറാനിക്ക് ഇറാഖിയെയും ഇറാഖിക്ക് ഇറാനിയെയും കണ്ടാലിഷ്ടമല്ല. BBC-യിലെ ആർക്കൈവുകളിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള ന്യൂസുകളിലൂടെ ഒന്ന് പരിധി നോക്കിയാൽ ഇവർ തമ്മിലുള്ള വിരോധത്തിന്റെ ആക്കം നമുക്ക് മനസ്സിലാകും. ഷിയാ സുന്നിമാരെന്ന ഇവരെ വിളിക്കുക. ഇതിൽ ഏതാ ഷിയ ഏതാ സുന്നി എന്ന് എനിക്കറിയില്ല. ഇതിലൊരു കൂട്ടർ ഷിയയാണ്, മറ്റേ കൂട്ടർ സുന്നിയാണ്. ഇവർ തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പും പോലും തോറ്റുപോകും. ഇവര് തമ്മിൽ ഷിയാക്കാരോട് ചോദിച്ചു നോക്കൂ ഏത് പുസ്തകമാണ് വായിക്കുന്നത്, അവരൊരു പേര് പറയും. സുന്നിക്കാരോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ വേറെ പുസ്തകമാണോ വായിക്കുന്നതെന്ന്, അവരും ഇതേ പുസ്തകത്തിന്റെ പേര് പറയും. ഒരേ പുസ്തകം വായിക്കുന്ന, ഒരേ ഈശ്വരനെ ആരാധിക്കുന്നവരാണ് ഈ രണ്ടു കൂട്ടരും. ഈ രണ്ടു കൂട്ടരും തമ്മിൽ ഇതുവരെ സമാധാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നെ പോലെ വലിയ വിവരമൊന്നുമില്ലാത്ത, ഇതേപോലെ വികടവും വികലവുമായി ചിന്തിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ്, സർ, ഒരേ പുസ്തകത്തെ പഠിക്കുന്ന, വായിക്കുന്ന, പാരായണം ചെയ്യുന്ന, ഒരേ ഈശ്വരനെ ആരാധിക്കുന്ന, 5 നേരവും ആരാധിക്കുന്ന നിങ്ങൾ തമ്മിലില്ലാത്ത സൗഹൃദം ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നാൽ നമ്മൾ തമ്മിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ചില്ലെങ്കിൽ അതിലെന്തെങ്കിലും അബദ്ധമുണ്ടോ? ലോകം മുഴുവൻ സമാധാനാവാൻ ഇത് പടർന്നാ മതി എന്നാ പറയണത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരു സംശയം സർ, ഉണ്ടായ കാലം മുതൽ നിങ്ങൾ രണ്ടു കൂട്ടരും ഒരേ പുസ്തകം വായിക്കണം, ഒരേ ദൈവത്തെ ആരാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ തമ്മിലില്ലാത്ത ഒരു സൗഹൃദവും സമാധാനവും വേറെ ഒരു മതസ്ഥനായ ഞാൻ മാറി നിങ്ങളുടെ ഇടയിലേക്ക് വന്നാൽ നമ്മൾ തമ്മിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണോ? ഇനി വേറൊരു കൂട്ടരുണ്ട്, ഒറ്റ ദൈവവാദികളും ഒറ്റ പുസ്തകവാദികളും. അവരെല്ലാ വർഷവും നടത്തുന്ന കയ്യാങ്കളികൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുകയും കാണുകയും ചെയ്യുന്നതാണ്. തൃക്കുന്നത്തേരി സെമിനാറികളിലും കോലഞ്ചേരിയിലെ പള്ളികളിലും. രണ്ടു കൂട്ടരും ഒറ്റ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. രണ്ടു കൂട്ടരും ഒരു പുസ്തകത്തെയാണ് വായിക്കുന്നത്. രണ്ടു കൂട്ടരും തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പും തോറ്റുപോകും. തെരുവിൽ കിടന്ന അടി സമാധാനത്തിന്റെ പ്രവാചകന്മാർ, ലോകം മുഴുവൻ സമാധാനമുണ്ടാകാൻ എല്ലാവരും ഈ പുസ്തകം വായിച്ചാൽ മതി, ഈ ദൈവത്തെ ആരാധിച്ചാൽ മതി എന്ന് പറയുന്നവർ തമ്മിൽ അടിക്കുമ്പോൾ എന്നെപ്പോലൊരു വിവരദോഷി ചോദിക്കുകയാണ്, സർ, ഒറ്റ പുസ്തകം വായിക്കുന്ന, ഒറ്റ ഈശ്വരനെ ആരാധിക്കുന്ന നിങ്ങൾ തമ്മിലില്ലാത്ത സമാധാനം ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നാൽ എനിക്കുണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കണോ? അതുകൊണ്ട് ഏറ്റവും ഉത്തമമായതും ഏറ്റവും ആരോഗ്യകരമായതും ഏതാണ്? മറ്റേത് ആരോഗ്യകരമല്ല, മറ്റേത് ഉത്തമമല്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരിലും അടിച്ചേൽപ്പിച്ചാൽ അത് അനാരോഗ്യത്തിന് കാരണമാകും. ആ അനാരോഗ്യമാണ് ഇന്ന് ലോകം മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ പുസ്തകവാദികളും ഒറ്റ ദൈവവാദികളും അവരുടെ വാദഗതികൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ലോകം അസമാധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകമെന്ന് പറഞ്ഞാൽ ഈ ചെറു കേരളം മാത്രമല്ല, ലോകമെമ്പാടും ഇന്ന് സംഘർഷമാണ്, സംഘർഷാവസ്ഥയാണ് ലോകത്തിൽ മുഴുവനുള്ളത്. അതിന് ഉത്തരവാദി ബഹുദൈവ വിശ്വാസികളായ നമ്മളല്ല. ബഹുദൈവ വിശ്വാസികൾ തമ്മിൽ സൗഹൃദം നന്നായിട്ടുണ്ട്. ഇടയ്ക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ശൈവ വൈഷ്ണവ യുദ്ധങ്ങളെല്ലാം. ചരിത്രം പഠിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു പഠിക്കണം. ചരിത്രകാരന്മാർക്ക് നിക്ഷിപ്തങ്ങളായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകാറ് പതിവുണ്ട്. അതുകൊണ്ട് ചരിത്രമാണ് എന്ന് പറഞ്ഞ് പഠിക്കുന്നതെല്ലാം വാസ്തവങ്ങളായിക്കൊള്ളണമെന്നില്ല. കുറച്ചു കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ പോയിന്റ് എടുക്കുമ്പോൾ അപ്പോൾ ഇലാബറേറ്റ് ചെയ്യാം. അതുകൊണ്ട് ബഹുദൈവവാദവും ബഹുപുസ്തകവാദവുമാണ് ശരി.
ഈ ബഹുദൈവവാദം, ബഹുദൈവങ്ങള് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല 33 മുക്കോടി ദേവീദേവന്മാരും 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 2 ഇതിഹാസങ്ങളും 4 വേദങ്ങളും 1000-ൽ പരം ഉപനിഷത്തുക്കളും ഒക്കെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല. പിന്നെയോ ഇതിൽ ചിലത് ചിലർക്കുള്ളതാണ്, ചിലത് ചിലർക്കുള്ളതല്ല. എല്ലാവർക്കും വേണ്ടത്, ആരെയും ഒഴിവാക്കാതെ എല്ലാവർക്കും വേണ്ടത് ഇതിൽ ഉണ്ട്. ആരോഗ്യകരമായിട്ടുള്ള ഒരു സമൂഹം ആരോഗ്യകരമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ബഹുദൈവ വിശ്വാസവും ബഹുപുസ്തകവാദവും തന്നെയാണ് വേണ്ടത്. അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാവാം, വിരോധമൊന്നുമില്ല. പക്ഷേ ഇതെന്റെ സുശക്തമായിട്ടുള്ള വാദമാണ്, യുക്തിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വാദമാണ്. നിങ്ങൾ എന്നെ മൂരാച്ചി എന്ന് വിളിച്ചാലും വർഗീയവാദി എന്ന് വിളിച്ചാലും നിങ്ങൾ എന്തെന്നെ വിളിച്ചാലും എനിക്ക് വിരോധമില്ല. നിങ്ങൾ എന്ത് വിളിക്കുന്നു എന്നുള്ളത് ആലോചിച്ചിട്ടല്ല ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട്, നിങ്ങൾ എന്ത് വിളിക്കുന്നു എന്നുള്ളതല്ല, എനിക്ക് ശരിയെന്ന് എന്തു തോന്നുന്നു എന്നുള്ളതാണ്. ഇതാണ് ശരി. ബഹുദൈവവാദമാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള ഉപാസനകൾ, പലതരത്തിലുള്ള ദേവികൾ, നാക്ക് നീട്ടിയിട്ടിരിക്കുന്ന ദേവി, കഴുത്തറുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്ന ദേവി, സുന്ദരിയായ ദേവി, രൗദ്രയായ ദേവി, ഭീഭത്സയായ ദേവി, വ്യത്യസ്തരായിട്ടുള്ളവരുടെ മനസ്സിനനുകൂലമായ രീതിയിൽ ഈശ്വരൻ വെളിപ്പെടുന്നു. അതുകൊണ്ട് ഈ ബഹുദൈവവാദങ്ങളിൽ പ്രതിമോപാസനയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന വൈവിധ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ്. വ്യത്യസ്തരായിട്ടുള്ളവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിമകൾ, ക്ഷേത്രങ്ങൾ, ഉപാസനാ പദ്ധതികൾ, ഇതിലേതെങ്കിലുമൊക്കെ ഒന്നെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പതുക്കെ അന്ത്യപുരുഷാർത്ഥമായ, അവസാന പുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക് പതുക്കെ സഞ്ചരിക്കും. അങ്ങനെ ധർമാർത്ഥകാമ മോക്ഷങ്ങൾ, നിത്യ നൈമിത്തിക കാമ്യ പ്രായശ്ചിത്ത കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ വന്നു ചേരുന്നതാണ് ഉപാസന. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം, പ്രവർത്തന രീതി. അതിനെക്കുറിച്ച് മഹർഷീശ്വരന്മാർ പറഞ്ഞത് ഇത് നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, നിത്യം നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം, ഉപാസന. ഇനി നമ്മളിതിന്റെ അടിസ്ഥാന ശിലകളൊക്കെ ഇട്ടു, ഇതിന്റെ ഫൗണ്ടേഷൻ ഉറപ്പിച്ചു. ഇനി നമ്മൾ ഇതനുസരിച്ച് ജീവിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാൻ പോവുകയാണ്. ഇതനുസരിച്ച് ജീവിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാര്യവും കൂടി അറിയേണ്ടതായിട്ടുണ്ട്. വർണ്ണങ്ങളും ആശ്രമങ്ങളും. വർണ്ണാശ്രമങ്ങൾ വളരെ ലോഡഡായിട്ടുള്ള ഒരു സംഗതിയാണ്. വർണ്ണങ്ങൾ, ജാതി വ്യവസ്ഥകൾ. കാരണം ഭാരതീയ സംസ്കാരത്തെ പറ്റിയിട്ടുള്ള ബുദ്ധിജീവികളുടെ, വാസ്തവത്തിൽ അവർക്ക് വലിയ ബുദ്ധിയുണ്ടോ എന്നുള്ളത് ചിന്തനീയമാണ്, ബുദ്ധിജീവികളുടെ ആക്ഷേപം ഇത് ഉച്ചനീചത്വങ്ങളിലൂടെ മനുഷ്യരാശിയെ തരംതിരിച്ച് വികലമാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഭാരതീയ സംസ്കാരത്തിനോടുള്ള ഏറ്റവും വലിയ എതിർപ്പ്, ബുദ്ധിയുള്ളവരുടെ ഏറ്റവും വലിയ എതിർപ്പ് അതിന് ജാതി സങ്കല്പമുണ്ട് എന്നുള്ളതാണ്. വാസ്തവമാണോ എന്ന് പരീക്ഷിച്ചു നോക്കാതെയാണ് ആ നിഗമനത്തിൽ പലരും എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഭാരതീയ സംസ്കാരത്തില് എന്ത് കാണണമെങ്കിലും പ്രമാണങ്ങൾ ഉദ്ധരിക്കണം. ഒരു വാദഗതി സമർത്ഥിക്കണമെങ്കിൽ ശാസ്ത്ര പ്രമാണങ്ങളെ ഉദ്ധരിച്ചിട്ടാണ് അത് സമർത്ഥിക്കുക. ശാസ്ത്ര പ്രമാണങ്ങൾ 3 തരം: പൗരാണികം, സ്മാർത്തം, ശ്രൗതം. പുരാണങ്ങളെ ഉദ്ധരിച്ച് സമർത്ഥിക്കാം. പുരാണങ്ങളെ ഉദ്ധരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ പുരാണങ്ങൾക്ക് വിരുദ്ധമായിട്ട് സ്മൃതികളിൽ പ്രമാണങ്ങൾ കാണുകയാണെങ്കിൽ, എവിഡൻസസ് കാണുകയാണെങ്കിൽ സ്മൃതി പ്രമാണങ്ങൾക്ക് പ്രാബല്യം കൂടും. അതായത് മജിസ്ട്രേറ്റ് കോടതിയേക്കാൾ അധികാരമാണ് സെഷൻ കോടതികൾക്ക്, അതിലും അധികാരമുണ്ട് ഹൈക്കോടതികൾക്ക്, അതിലും അധികാരമുണ്ട് സുപ്രീം കോടതികൾക്ക് എന്ന് പറയുന്നത് പോലെ പൗരാണികമായിട്ടുള്ള പ്രമാണങ്ങളെ ഉപയോഗിച്ച് വാദിക്കുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് സ്മൃതികളിൽ എന്തെങ്കിലും കണ്ടാൽ സ്മൃതിക്ക് പ്രാബല്യം. സ്മൃതി പ്രമാണം പുരാണ പ്രമാണങ്ങളെക്കാൾ ശക്തം. സ്മൃതികൾ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് ശ്രുതികളിൽ എന്തെങ്കിലും കണ്ടാൽ, ശ്രുതികൾ വേദങ്ങൾ, 4 വേദങ്ങളാണ് ശ്രുതികൾ. 4 വേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുക്കൾ, ഇത്രയും കൂടി ചേർന്നതാണ് ശ്രുതികൾ. ശ്രുതികളിൽ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ ശ്രുതി പ്രമാണത്തിന് ശക്തി കൂടും സ്മൃതി പ്രമാണത്തെക്കാൾ. അതുകൊണ്ട് ശ്രൗത പ്രമാണങ്ങൾ, ശ്രുതിയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രമാണങ്ങൾ പരമമായത്, സ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സ്മാർത്ത പ്രമാണങ്ങൾ രണ്ടാമത്,
പുരാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പൗരാണിക പ്രമാണങ്ങൾ മൂന്നാമത്. അതുകൊണ്ട് പൗരാണിക പ്രമാണങ്ങളെക്കാൾ വാലിഡിറ്റി സ്മൃതി പ്രമാണങ്ങൾക്ക്, സ്മൃതി പ്രമാണങ്ങളെക്കാൾ വാലിഡാണ് ശ്രുതി പ്രമാണങ്ങൾ. ഞാൻ ശ്രുതിയിൽ നിന്നാണ് ആരംഭിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ശ്രുതിയിൽ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് സ്മൃതികളിലും പുരാണങ്ങളിലും ഉണ്ടെങ്കിൽ അത് അസാധു. അതുകൊണ്ട് പരമമായിട്ടുള്ള പ്രമാണമായ ശ്രുതിയെയാണ് അവലംബിക്കാൻ പോകുന്നത്. ഋഗ്വേദത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 10 മണ്ഡലങ്ങളിലൂടെ വിസ്തരിച്ച് കിടക്കുന്ന ഋഗ്വേദം. അതില് മനുഷ്യനെ വർണ്ണങ്ങളായിട്ടിരിക്കുന്നത്, വർണ്ണം എന്നുള്ള വാക്കിന് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥം മഹർഷീശ്വരന്മാര് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വാക്കുകളുടെ അർത്ഥം അത് ഉച്ചരിക്കുന്നവന്റെ അധികാരത്തിലുള്ളതാണ്, കേൾക്കുന്നവരുടെ അധികാരത്തിലുള്ളതല്ല. അതുകൊണ്ട് വർണ്ണമെന്ന വാക്ക് ആദ്യമായിട്ട് കോയിൻ ചെയ്തവർ എന്തൊന്നാണോ അതിന്റെ അർത്ഥമാണ് എന്ന് ഉദ്ദേശിച്ചത്, അതാണ് അതിന്റെ അർത്ഥം. വർണ്ണം എന്നുള്ള വാക്കിന് ആദ്യ കാലഘട്ടങ്ങളിൽ ഉദ്ദേശിച്ചത് 2 അർത്ഥം. ഒന്ന് നിറങ്ങൾ എന്നും 2 ശബ്ദങ്ങൾ എന്നും. അതാണ് വർണ്ണം എന്നുള്ള വാക്കിന്റെ അർത്ഥം. നിറങ്ങളും ശബ്ദങ്ങളും വർണ്ണങ്ങളാണ്. ഇത്ര മനോഹരമായിട്ട് ആ വാക്കെടുത്തിരിക്കുന്നതെന്നറിയോ? നിറങ്ങളിൽ നിന്ന് രൂപങ്ങളോടുകൂടിയ ഈ പ്രപഞ്ചം, ശബ്ദങ്ങളിൽ നിന്ന് നാമങ്ങളോടുകൂടിയ പ്രപഞ്ചം. വർണ്ണം നാമരൂപാത്മകമായ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിസ്ഥാനം. പിൽക്കാലത്ത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വർണ്ണം എന്നുള്ളതിന് വൃ എന്ന ധാതുവിനെ അടിസ്ഥാനപ്പെടുത്തി വരിക്കപ്പെടുന്നത് എന്നർത്ഥം വന്നു, സ്വീകരിക്കുന്നത് എന്നർത്ഥം. അതാണ് വ്രതത്തിന്റെ അർത്ഥം. വ്രതം എന്നുള്ള വാക്കും വൃ എന്ന ധാതുവിൽ നിന്നാണ്. വ്രതത്തിൽ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്, ത്യജിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ത്യജിക്കുകയല്ല ചെയ്യുന്നത്, ഈശ്വരനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈശ്വരനെ സ്വീകരിക്കുമ്പോൾ ഈശ്വരനുണ്ടാക്കി തരുന്ന രസം ആഹാരം കഴിക്കുന്നതിലും വലിയ രസമായതുകൊണ്ട് ആഹാരം ഉപേക്ഷിക്കപ്പെടുന്നു. ഈശ്വരനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന രസം ഉറക്കത്തിലേക്ക് കൊണ്ടുപോകാത്തതുകൊണ്ട് ഉറക്കം ഇളയ്ക്കുന്നു. അല്ലാതെ സിനിമ കണ്ട് ശിവരാത്രിക്ക് ഉറക്കം ഇളയ്ക്കുന്നതൊക്കെ ശിവരാത്രി വ്രതമാണ് എന്ന് നമുക്ക് തമ്മിൽ പറയാമെന്നല്ലാതെ പരമശിവന്റെ ലെഡ്ജർ ബുക്കിൽ അത് എഴുതി വെക്കുകയല്ല. പലരും ശിവരാത്രി ദിവസം ഉറക്കം ഇളയ്ക്കണമെന്നുള്ളത് ധരിച്ചിട്ട് 4-5 CD എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇരുന്ന് സിനിമ കാണും, ഉറക്കം ഇളക്കിയ. ശിവരാത്രിക്ക് എന്തായിരുന്നു പരിപാടി? ഉറക്കം ഇളപ്പായിരുന്നു. എന്താ ചെയ്തതപ്പം? സിനിമ കണ്ടു. പുണ്യം കിട്ടുമെന്നാണ് ധാരണ. കിട്ടുകയില്ല, പുണ്യം കിട്ടുകയില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. ഉറക്കുളച്ചുകൊണ്ട് ആരോഗ്യത്തിന് കുറച്ച് കുഴപ്പമുണ്ടായി എന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല, പാപമില്ല. അതുകൊണ്ട് വരിക്കപ്പെടുന്നതാണ് വർണ്ണം. നിറങ്ങളും വർണ്ണങ്ങളും. വർണ്ണം എന്നുള്ള ശബ്ദം, വർണ്ണം എന്നുള്ള തരത്തിൽ മനുഷ്യനെ ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തത് ഋഗ്വേദത്തിലെ 8-ാം മണ്ഡലത്തിലെ 35-ാമത്തെ സൂക്തമാണ്. ഞാനിത് കൃത്യമായിട്ട് പറയണമെന്ന് എന്താ വെച്ചാൽ, കൃത്യമായിട്ട് പറഞ്ഞാലും പിന്നെ ആൾക്കാർ പലതും ചോദിക്കും. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. 8-ാം മണ്ഡലത്തിലെ 35-ാമത്തെ സൂക്തത്തിലാണ് ആദ്യമായിട്ട് ഋഗ്വേദമാണ് ഏറ്റവും പഴയ വേദം. ഋഗ്വേദത്തിലെ മനുഷ്യനെ തരംതിരിക്കുന്നത് 3 തിരിക്കുന്നത്. ബ്രഹ്മം, ക്ഷത്രം, വിഷം, അങ്ങനെ 3. ബ്രഹ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്രതു എന്നാണ്. ക്രതു എന്നുള്ള വാക്കിന് യാഗം നല്ല അർത്ഥം. ആദ്യ കാലഘട്ടങ്ങളിൽ ക്രതു എന്ന വാക്കിന്റെ അർത്ഥം ചിന്ത എന്നാണ്. അതുകൊണ്ട് ബ്രഹ്മം ഈസ് ഈക്വൽ ടു ക്രതു ഈസ് ഈക്വൽ ടു ചിന്ത. ക്ഷത്രം ഈസ് ഈക്വൽ ടു ക്രിയ. ചിന്തിക്കുന്നവൻ ബ്രാഹ്മണൻ, പ്രവർത്തിക്കുന്നവൻ ക്ഷത്രിയൻ. ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാത്തവൻ വിഷം, സാധാരണക്കാരൻ. എന്തിനെപ്പറ്റി ചിന്തിക്കുകയും എന്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ. വേദം പ്രിഡോമിനന്റായിട്ട് ആധ്യാത്മികതയെപ്പറ്റി പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ്. അല്ലാതെ ഗോത്രവർഗക്കാരുടെ പാട്ടൊന്നുമല്ല അത്. അരവിന്ദ ഘോഷ് എഴുതിയ ദി സീക്രട്ട് ഓഫ് വേദാസ് എന്നുള്ള പുസ്തകം വായിക്കുന്നത് നന്നായിരിക്കും. അരവിന്ദ ഘോഷിന്റെ, അദ്ദേഹത്തിന്റെ ശ്രീന്റെ പിന്തുടർച്ചയായി R.L. കശ്യപ് നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളും അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള വേദ പുസ്തകങ്ങളും വായിക്കുന്നതും ഈ അവസരത്തിൽ നന്നായിരിക്കുമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അരവിന്ദ ഘോഷിന്റെ കുറെ കൊട്ടേഷൻസ് നമ്മൾ പുറത്ത് നിരത്തിയിട്ടുമുണ്ട്. അതും സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിക്കേണ്ടതാണ് എന്ന് ഇതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ
വേദങ്ങൾ പ്രിഡോമിനന്റ് ആയിട്ട് ആധ്യാത്മിക രഹസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഗ്രന്ഥങ്ങളാണ്. അതുകൊണ്ട് വേദങ്ങളിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ട് ചിന്തിക്കുക എന്നർത്ഥം, പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ട് പ്രവർത്തിക്കുക എന്നർത്ഥം. ബ്രഹ്മക്ഷത്രങ്ങളിൽ ബ്രഹ്മം ശ്രേഷ്ഠവും ക്ഷത്രം മോശവുമാണെന്ന് വേദത്തിൽ എവിടെയും കാണില്ല. വേദങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഈ രണ്ട് വാക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചുമിട്ട് ഉപയോഗിക്കുന്നത് കാണാം. ബ്രഹ്മക്ഷത്രങ്ങൾ എന്നും ചിലയിടത്ത് പ്രയോഗിച്ചിരിക്കുന്നത് കാണാം, ക്ഷത്രബ്രഹ്മങ്ങൾ എന്നും ചിലയിടത്ത് പ്രയോഗിച്ചിരിക്കുന്നത് കാണാം. അതുകൊണ്ട് ബ്രഹ്മക്ഷത്രങ്ങൾ തമ്മിൽ ഉച്ചനീചത്വം വൈദിക ഋഷിമാരുടെ കൽപ്പനകളിൽ ഇല്ല. ബ്രഹ്മം ആധ്യാത്മിക ചിന്ത, ക്ഷത്രം ആധ്യാത്മിക പ്രവൃത്തി. ചിന്തയും പ്രവൃത്തിയെയും വിഘടിച്ച് അവർ കണ്ടിരുന്നുമില്ല. ചിന്തിച്ചാൽ മാത്രം മതിയോ? പ്രവർത്തിക്കണ്ടേ? പ്രവർത്തിച്ചാൽ മാത്രം മതിയോ? ചിന്തിക്കണ്ടേ? അപ്പോൾ ചിന്തയ്ക്കനുസൃതമായിട്ട് വേണം പ്രവൃത്തി, പ്രവൃത്തിക്കനുസൃതമായിട്ട് വേണം ചിന്ത. ബ്രഹ്മക്ഷത്രങ്ങൾ പാരസ്പര്യത്തോടുകൂടിയുള്ളതായിരിക്കണം, വേറിട്ടതായാൽ ശരിയാവുകയില്ല. അതുകൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള ചിന്ത, ആധ്യാത്മികമായിട്ടുള്ള പ്രവൃത്തി, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ലാത്തവർ, വിഷം, സാധാരണക്കാർ. 8ാം മണ്ഡലത്തിൽ നിന്ന് 10ാം മണ്ഡലത്തിലേക്ക് പുരോഗമിക്കുമ്പോൾ 10ാം മണ്ഡലത്തിലെ പുരുഷ സൂക്തത്തിലാണ്, 10ാം മണ്ഡലത്തിലെ പുരുഷ സൂക്തത്തിലാണ് ആദ്യമായിട്ട് ഋഗ്വേദത്തിൽ 4 വർണ്ണങ്ങളെ പറ്റി പറയുന്നത്. അതിന് മുമ്പില്ല. 8ാം മണ്ഡലത്തിന് മുമ്പ് അതില്ല. 8ാം മണ്ഡലത്തിലാണ് ആദ്യമായിട്ട് പറയണത് 3 എണ്ണത്തെ പറ്റി. 10ാം മണ്ഡലത്തിലെ പുരുഷ സൂക്തത്തിലാണ് 4 എണ്ണത്തെ പറ്റി പറയുന്നത്. ഈ 4 എണ്ണത്തെ പറ്റി പറയുന്നതും വിരാട് പുരുഷനുമായിട്ട് ബന്ധപ്പെടുത്തി. വിരാട് പുരുഷന്റെ മുഖം ബ്രാഹ്മണൻ, വിരാട് പുരുഷന്റെ തോളുകൾ രാജന്യൻ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ക്ഷത്രിയൻ എന്നുള്ള പദം പോലുമല്ല, പക്ഷെ രാജന്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്ഷത്രിയൻ തന്നെയാണ്. തോളുകളിൽ നിന്ന് വൈശ്യൻ, കാലുകളിൽ നിന്ന് ശൂദ്രൻ. വിഷം എന്ന സാധാരണക്കാരനെ വീണ്ടും ക്ലാസ് ഡിവൈഡ് ചെയ്യുകയാണ്, വൈശ്യനെന്നും ശൂദ്രനെന്നും. അർത്ഥമെന്താണ്? ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നവൻ വൈശ്യൻ, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ ശൂദ്രൻ. ഭൗതികമായിട്ടുള്ള ചിന്തയ്ക്ക് വിധേയരാകുന്നവരെല്ലാം വൈശ്യര്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരെല്ലാം ശൂദ്രര്. ചിന്ത മാത്രം മതിയോ? പോരാ. പ്രവൃത്തി മാത്രം മതിയോ? പോരാ. ചിന്തയും പ്രവൃത്തിയും പാരസ്പര്യത്തോടു കൂടിയതായിരിക്കണം. അതുകൊണ്ട് വൈശ്യനും ശൂദ്രനും ഒരേ ആളുടെ സ്വഭാവങ്ങളാണ്, ബ്രഹ്മക്ഷത്രങ്ങൾ പോലെ. ഇനി ബ്രഹ്മക്ഷത്രങ്ങളും വൈശ്യശൂദ്രന്മാരും 2 വ്യത്യസ്ത വിഭാഗങ്ങളാണോ? അല്ല. അത് ഒരു വിരാട് പുരുഷന്റെ 4 ഭാഗങ്ങളാണ്. വിരാട് പുരുഷൻ സജീവമായിട്ട് സചേതനമായിട്ട് നിൽക്കുമ്പോൾ ഈ 4 ഭാഗങ്ങളും കൂടി ചേർന്നാൽ മാത്രമേ അദ്ദേഹത്തിന് പൂർണ്ണതയുണ്ടാവുകയുള്ളൂ. വ്യഷ്ടിയായ ജീവൻ നാളെ ആയിത്തീരാൻ പോകുന്നത് സമഷ്ടിയായ ഈ വിരാട് പുരുഷനാണ്. ഞാൻ നാളെ ആയിത്തീരാൻ പോകുന്നത് ഈ വിരാട് പുരുഷനാണ്. വിരാട് പുരുഷന് മുഖമുണ്ട്, വിരാട് പുരുഷന് തോളുകളുണ്ട്, വിരാട് പുരുഷന് തുടകളുണ്ട്, വിരാട് പുരുഷന് കാലുണ്ട്. വിരാട് പുരുഷനിൽ ബ്രാഹ്മണ്യമുണ്ട്, വിരാട് പുരുഷനിൽ ക്ഷാത്രതയുണ്ട്, വിരാട് പുരുഷനിൽ വൈശ്യത്വമുണ്ട്, വിരാട് പുരുഷനിൽ ശൂദ്രത്വവുമുണ്ട്. വ്യഷ്ടിയായ ഞാൻ നാളെ സമഷ്ടിയായ വിരാട് പുരുഷനായി തീരുമ്പോൾ എന്നിൽ ഈ 4 ഗുണങ്ങളുമുള്ളത് പൂർണ്ണതയിലേക്ക് വികസിക്കും. അതായത് ഒരു വ്യക്തിയിൽ തന്നെയാണ് ബ്രാഹ്മണ്യമുള്ളത്, ക്ഷത്രിയത ഉള്ളത്, വൈശ്യതയുള്ളത്, ശൂദ്രത്വമുള്ളത്. 4 അല്ല ഇത്. ഇത് 4 എന്നൊക്കെ പിൽക്കാലത്തെ വ്യാഖ്യാനങ്ങളാണ്, ആദ്യ കാലഘട്ടങ്ങളിലെ വ്യാഖ്യാനങ്ങളല്ല. പിൽക്കാലത്തെ വ്യാഖ്യാനങ്ങൾക്ക് പല കാരണങ്ങളും ഉണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ഉള്ളിൽ ഇത് 4 ഉണ്ടാകണം. കാരണം ഭാരതീയ മഹർഷീശ്വരന്മാരുടെ ദൃഷ്ടിയിൽ ഭൗതികവും ആധ്യാത്മികവും 2 വിരുദ്ധ ധ്രുവങ്ങളായിരുന്നില്ല. ഭാരതീയ മഹർഷീശ്വരന്മാരുടെ ദൃഷ്ടിയിൽ ആധ്യാത്മികവും ഭൗതികതയും പരസ്പരം ഇഴപഴകി ഉള്ളതായിരുന്നു. അത് ഇഴചേർന്ന് ഉള്ളതാണ്, വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. മെറ്റീരിയലിസവും സ്പിരിച്വലിസവും 2 വിരുദ്ധ ധ്രുവങ്ങളിലായത് സ്പിരിറ്റ്, മാറ്റർ എന്ന വാക്കുകൾ നമുക്ക് കൈവശം വന്നപ്പോഴാണ്. സ്പിരിറ്റ് എന്ന വാക്കിൽ നിന്നുണ്ടായ സ്പിരിച്വലിസവും മാറ്റർ എന്ന വാക്കിൽ നിന്നുണ്ടായ മെറ്റീരിയലിസവും
പാശ്ചാത്യ തത്വശാസ്ത്രത്തിന്റെ സംഭാവനയാണ്. പാശ്ചാത്യ തത്വശാസ്ത്രമനുസരിച്ച് സ്പിരിച്വാലിറ്റിയും മെറ്റീരിയലിസവും ഒരിക്കലും കൈകോർത്ത് മുന്നോട്ട് പോവുകയില്ല. പാശ്ചാത്യ ഫിലോസഫിയുടെ, വെസ്റ്റേൺ ഫിലോസഫിയുടെ വെളിച്ചത്തിൽ മഹർഷീശ്വരന്മാരുടെ വാക്കുകളെ അവലോകനം ചെയ്തവർക്ക് പറ്റിയ ഒരു കൈപ്പശക് തന്നെയാണ് ആധ്യാത്മികതയും ഭൗതികതയും രണ്ടാണ് എന്ന നിഗമനത്തിലെത്തിച്ചത്. തെളിവും തരാം. ഭാരതത്തിൽ ആധ്യാത്മികതയും ഭൗതികതയും രണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കാൻ പറ്റിയ ഉത്തമമായ ഗ്രന്ഥം ദേവീമാഹാത്മ്യം. ദേവീമാഹാത്മ്യത്തില് രാജ്യഭ്രഷ്ടനായ സുരഥനും ഗൃഹഭ്രഷ്ടനായ സമാധിയും, സുരഥൻ രാജാവും സമാധി വൈശ്യനും, ക്ഷത്രിയ വൈശ്യന്മാര് സുമേധസ് എന്ന മഹർഷിയുടെ ആശ്രമത്തിലെത്തുകയാണ്. സുമേധസ് മഹർഷിയിൽ നിന്ന് അവർക്ക് ചോദിക്കാൻ സാഹചര്യമുണ്ടായ ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിന്റെ ഉത്തരം കിട്ടി. ആ ഉത്തരത്തിന്റെ നിറവിൽ അവരുടെ സംശയങ്ങളൊക്കെ ഒടുങ്ങി. ആ നിറവിൽ അവർ ദേവിയെ ഭജിച്ചു. ദേവി അവർക്ക് പ്രത്യക്ഷമായി 13-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ. പ്രത്യക്ഷയായ ദേവിയോട് ഇന്നത്തെ പെർസ്പെക്റ്റീവില് ജാതിയിൽ മുകളിൽ നിൽക്കുന്നത് ക്ഷത്രിയനും താഴെ നിൽക്കുന്നത് വൈശ്യനുമാണ്. ജാതിയിൽ മുകളിൽ നിൽക്കുന്ന ക്ഷത്രിയൻ ചോദിച്ചത് നഷ്ടപ്പെടാത്ത രാജ്യമാണ്. ജാതിയിൽ ഇന്നത്തെ ക്ലാസിഫിക്കേഷനിൽ താഴെ നിൽക്കുന്ന വൈശ്യൻ ചോദിച്ചത് ജനിമൃതികൾക്കപ്പുറമുള്ള മോക്ഷമാണ്. ജാതിയാണ് ഏറ്റവും ഹൈറാർക്കി അനുസരിച്ചിട്ടാണ് ജാതിയെങ്കിൽ, മുകളിലുള്ളവർക്ക് റിസർവ്ഡ് ആണ് മോക്ഷമെങ്കിൽ, ക്ഷത്രിയനെ കൊണ്ടായിരുന്നു മഹർഷി വേദവ്യാസൻ മോക്ഷം ചോദിപ്പിക്കേണ്ടത്, സമാധിയെ കൊണ്ടായിരുന്നു ഭൗതിക സൗഖ്യം ചോദിക്കേണ്ടത്. നേരെ മറിച്ച് വേദവ്യാസൻ സുരഥനെ കൊണ്ടാണ് രാജ്യം ചോദിപ്പിച്ചത്, സമാധിയെ കൊണ്ട് മോക്ഷമാണ് ചോദിച്ചത്. രണ്ടുപേർക്കും സന്തോഷത്തോടുകൂടി ദേവി ചോദിച്ചത് കൊടുത്തു. ദേവി രാജാവിനോട് പറഞ്ഞില്ല, പറഞ്ഞതായിട്ട് റെക്കോർഡില്ല. സുരഥ, ജാതിയിൽ ഇവനേക്കാൾ ശ്രേഷ്ഠനായ നീ നിസാരമായ ഭൗതികവരമാണോ ചോദിക്കുന്നത് എന്ന് ദേവി ചോദിച്ചിട്ടില്ല. സുരഥൻ ചോദിച്ചത് സുരഥനും, സമാധി ചോദിച്ചത് സമാധിക്കും സന്തോഷത്തോടുകൂടി കൊടുത്തുപോയി ദേവി. അതുകൊണ്ട് ഭാരതീയ മഹർഷീശ്വരന്മാര് ഒരിക്കലും ഭൗതികതയെ ആധ്യാത്മികതയിൽ നിന്ന് വേർപെടുത്തി കണ്ടിട്ടില്ല. എന്നു മുതലാണോ ഭാരതീയ പൈതൃകത്തിൽ ഊറ്റം കൊള്ളുന്നവർ ഭാരതീയ ആധ്യാത്മികതയെയും ഭൗതികതയെയും വേർതിരിച്ച് കാണാൻ തുടങ്ങിയത്, അന്നു തുടങ്ങി നമ്മുടെ നാശം. ഇപ്പൊ നമ്മള് ത്രിശങ്കു സ്വർഗത്തിലാണ്. മെറ്റീരിയലായിട്ടുള്ള വാൺസ് എല്ലാം ഒരു ഭാഗത്ത്, സ്പിരിച്വലായിട്ടുള്ള ആസ്പിരേഷൻ വേറൊരു ഭാഗത്ത്, സ്പിരിച്വാലിറ്റിയും മെറ്റീരിയലിസവും ഏൽപ്പിച്ച് തന്ന ഒരു സംഘർഷത്തിലൂടെ ജീവിക്കുകയാണ് നമ്മൾ. ഇത് ഭാരതീയ മഹർഷീശ്വരന്മാരുടെ കാഴ്ചപ്പാടിൽ ഇല്ലാത്തതാണ്. നിങ്ങൾക്ക് എത്ര ഗ്രന്ഥങ്ങൾ വേണമെങ്കിലും എടുത്ത് പരിശോധിക്കാം. അപ്പൊ വേദാന്തം പറയുന്നതോ, വേദാന്തം സാധാരണക്കാർക്കുള്ളതല്ല. വേദാന്തത്തിന്റെ ഉപജ്ഞാതാവായ ശ്രീ ശങ്കര ഭഗവാൻ ബൃഹദാരണ്യകോപനിഷത്തിന് വ്യാഖ്യാനം എഴുതുന്ന സമയത്ത് അസന്നിഗ്ധമായിട്ട് പറയുന്നു, ഇത് പരമഹംസ പരിവ്രാജകർക്കുള്ളതാണ് എന്ന്. എന്നോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞതിന് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ ദേഷ്യം മുഴുവൻ ശങ്കര ഭഗവാനുള്ളത്, എനിക്കുള്ളതല്ല. ഞാൻ ഉണ്ടാക്കി പറയുന്നതൊന്നും അല്ല അത്. ബൃഹദാരണ്യകോപനിഷത്തിന്റെ വ്യാഖ്യാനത്തിൽ ശങ്കര ഭഗവത് പാദർ അസന്ദിഗ്ധമായിട്ട് പറയുന്നു, പരമഹംസ പരിവ്രാജകർക്കുള്ളതാണ് വേദാന്തം. പരമഹംസ പരിവ്രാജകർക്കുള്ള വേദാന്തം നാട്ടിലുള്ള എല്ലാ മൈക്കിന്റെ പുറകിലും നിന്ന് വിളിച്ചു കൂവുകയാണ്. അനധികാരികളുടെ കയ്യിൽ ഉത്തമമായ ഒരു സാധനം കിട്ടിയാൽ അതെങ്ങനെയായി തീരുമെന്നറിയാൻ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കിയാൽ മതി. വേദാന്തം ഉത്തമാധികാരികൾക്കുള്ളതാണ്. വേദാന്തത്തിന്റെ ഒരു ചെറിയ ക്വാളിഫിക്കേഷൻ, വേദാന്തം കേൾക്കുവാൻ, വേദാന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ശ്രവണമാണ്, ശ്രവിക്കുക, കേൾക്കുക എന്നാണ്. ആ ശ്രവണത്തിന് ആവശ്യമായ ഒരു ക്വാളിഫിക്കേഷൻ ഞാൻ എടുത്ത് ഇലാബറേറ്റ് ചെയ്യാം. വൈരാഗ്യം. വൈരാഗ്യം എന്നുള്ളതിനെ വേദാന്തസാരം എന്ന ഗ്രന്ഥത്തിന് വ്യാഖ്യാനം എഴുതിയ ഗണപതി ശാസ്ത്രികൾ വിശദീകരിക്കുന്നത് ഛർദിദാന്നവത് ജുഗുപ്സ എന്നാണ്. ഛർദിച്ച ആഹാരത്തിനോടുള്ള ജുഗുപ്സ പോലെ, അറപ്പ് പോലെ ഈ ലോകത്തിനോട് തോന്നുന്നുണ്ടോ?
ഇല്ലെങ്കിൽ വേദാന്തം കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അനധികാരികൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അധികാരികൾക്ക് മാത്രം കേൾക്കേണ്ടത് കേട്ടപ്പം പാകമല്ലാത്ത ബുദ്ധിയിലിട്ട് അതിനെ നമ്മുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ചു. അതാണ് ഈ കുഴപ്പത്തിന്റെ കാരണം. ഞാൻ പറയുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയേക്കാമെങ്കിലും അതെനിക്ക് തത്കാലത്തേക്കൊരു വിഷയമല്ല. കാരണം നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചാൽ സത്യം പറയാതിരിക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമാവുകയും ചെയ്യും. നിങ്ങൾക്ക് വിഷമമാകുന്നതാണോ സത്യം പറയാതെ ഇരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വിഷമമാണോ എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമെന്ന് ഞാൻ എപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം എന്റെ ജീവിതത്തിൽ എന്റെ വിഷമമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ടാകുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളിലെല്ലാം സത്യമേ പറയൂ. ഇത് ഗ്രന്ഥസഹിതം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ വെരിഫൈ ചെയ്യാനാണ്. എന്റെ കപോലകൽപ്പിതമല്ല എന്ന് കാണിക്കാനാണ് ഞാൻ ഗ്രന്ഥങ്ങളുടെ പേരുകളടക്കം പറയുന്നത്. അതുകൊണ്ട് ഭാരതീയ മഹർഷീശ്വരന്മാര് മുന്നോട്ട് വെച്ചിട്ടുള്ള ആധ്യാത്മികതയെ അനധികാരികളുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവർ ദുർവ്യാഖ്യാനം ചെയ്തതാണ് ഭാരതീയ ആധ്യാത്മിക ഭൗതികത രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് എന്ന്. വാസ്തവത്തിൽ ഭാരതത്തിൽ ആധ്യാത്മികതയും ഭൗതികതയും ഒന്ന് തന്നെയാണ്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. ജീവിതം ആധ്യാത്മികമായിട്ട് പുരോഗമിക്കുന്നു എന്നറിയുന്നത് എങ്ങനെയാണ്? ഭൗതികമായിട്ട് സമൃദ്ധി ഉണ്ടാകുമ്പോൾ. ഭൗതിക സമൃദ്ധി, ഭൗതിക ഐശ്വര്യം ആധ്യാത്മിക പുരോഗതിയുടെയും കൂടി ലക്ഷണമാണ്. അതുകൊണ്ട് ഭാരതത്തിൽ ആധ്യാത്മികതയും ഭൗതികതയും രണ്ടായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തിയിൽ തന്നെയാണ് ആധ്യാത്മിക ചിന്തയും ആധ്യാത്മിക പ്രവൃത്തിയും ഭൗതിക ചിന്തയും ഭൗതിക പ്രവൃത്തിയും വേണ്ടത്. അതുകൊണ്ട് ഒരു വ്യക്തി തന്നെയാണ് ബ്രാഹ്മണൻ, അതേ വ്യക്തി തന്നെയാണ് ക്ഷത്രിയൻ, അതേ വ്യക്തി തന്നെയാണ് ശൂദ്രൻ, അതേ വ്യക്തി തന്നെയാണ് വൈശ്യൻ. ഇത് നമ്മൾ അറിയാതെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വീട്ടിലെ പൂജാമുറി അടിച്ചുവാരി വൃത്തിയാക്കുമ്പോൾ നമ്മൾ ശൂദ്രനാണ്. ആ പൂജാമുറിയിലേക്ക് ആവശ്യമായ ദ്രവ്യങ്ങൾ വ്യത്യസ്ത കടകളിൽ നിന്ന് നമ്മളുടെ പോക്കറ്റിന്റെ കനം നോക്കി വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ വൈശ്യനാണ്. വൃത്തിയാക്കപ്പെട്ട ആ പൂജാമുറി അശുദ്ധമാകാതെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ ക്ഷത്രിയനാണ്. ആ പൂജാമുറിയിൽ വിളക്ക് തെളിച്ച് ആ ദീപത്തിന്റെ മുമ്പിൽ ചമ്രം പണിഞ്ഞിരുന്ന് നാമം ജപിക്കുമ്പോൾ നമ്മൾ ബ്രാഹ്മണനും ആണ്. നമ്മളിത് നാലുമാണ്. നമ്മളിലുള്ള ഈ 4 ഗുണങ്ങളെയും പരിപോഷിപ്പിക്കുവാനാണ് വ്യത്യസ്ത വർണ്ണങ്ങളുടെ ധർമ്മം മഹർഷീശ്വരന്മാർ പറഞ്ഞത്. അത് ആരൊക്കെയോ നമ്മളോട് പറഞ്ഞു ഇത് 4 കൂട്ടരാണ് എന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി അതെല്ലാം വിശ്വസിച്ച് ഭാരതീയ മഹർഷീശ്വരന്മാരുടെ സംഭാവനയാണ് ജാതി. ജാതി എന്നുള്ള വാക്കിനും ഇന്ന് കൊടുക്കുന്ന കാസ്റ്റ് എന്നൊരർത്ഥം മഹർഷിമാർ കൊടുത്തില്ല. മീമാംസയിലാണ് ജാതി എന്ന വാക്കിനെ പറ്റിയിട്ട് വിശദീകരിക്കുന്നത്. മീമാംസയിൽ ജാതിയെപ്പറ്റി പറയുന്നത് ജാതി ജാതമായതിനെ സംബന്ധിച്ചത്, ഉണ്ടായതിനെ സംബന്ധിച്ചത്. വൃക്ഷങ്ങളിൽ വൃക്ഷത്വം ജാതി, ഗോക്കളിൽ ഗോത്വം ജാതി, മനുഷ്യരിൽ മനുഷ്യത്വം ജാതി. ഇതൊക്കെ പുരാണ ഇതിഹാസങ്ങളിലെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. പിന്നെ ഇന്ന് കാണുന്നത് പോലത്തെ ജാതി വ്യവസ്ഥ എങ്ങനെയുണ്ടായി? ദ ന്യൂ കേംബ്രിഡ്ജ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന ഒരു ഇന്ത്യൻ ചരിത്ര സീരീസ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുണ്ട്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് ഇറക്കിയ ദ ന്യൂ കേംബ്രിഡ്ജ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ കാസ്റ്റ് സൊസൈറ്റീസ് ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ, സൂസൻ ബെയ്ലി എന്നൊരു ഹിസ്റ്റോറിയൻ എഴുതിയതാണ് ആ പുസ്തകം. കാസ്റ്റ് സൊസൈറ്റീസ് ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ, സൂസൻ ബെയ്ലി. വല്ല ഇന്ത്യക്കാരും എഴുതിയതാണെങ്കിൽ നിങ്ങൾ തള്ളിക്കളയും. സായിപ്പിന്റെ പേര് ചേർത്ത് വെച്ച് എന്തു പറഞ്ഞാലും രോമാഞ്ചാജനകമാണ്. അതുകൊണ്ടാണ് സായിപ്പിന്റെ പേരുകളൊക്കെ ഞാൻ ഇതൊക്കെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ഇതെനിക്ക് എന്റെ മഹർഷീശ്വരന്മാരുടെ വാദഗതികൾ അംഗീകരിക്കുവാൻ വേണ്ടിയുള്ളതല്ല. എന്റെ സഹജീവികളോട് അതിനെപ്പറ്റി സംവദിക്കുമ്പോൾ എനിക്ക് കേട്ടു നിൽക്കുന്നവരെ പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ ഇതേപോലത്തെ കുറച്ച് ഇംഗ്ലീഷ് പേരുകൾ വേണമെന്നുള്ളതുകൊണ്ട് ഞാനൊരു 8-10 പേരുകളും പുസ്തകങ്ങളും ഒക്കെ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുമുണ്ട്. കാണാതെ പഠിച്ച് പുസ്തകങ്ങൾ വെറുതെ നോക്കി പഠിച്ചതല്ല, പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പേരുകളെല്ലാം ഓർത്തിരിക്കുന്നത് മനഃപൂർവ്വം തന്നെയാണ്. ദ ന്യൂ കേംബ്രിഡ്ജ്, അതാ ഞാൻ പതുക്കെ പറഞ്ഞത്, തെറ്റിപ്പോകരുതെന്ന് വിചാരിച്ചിട്ട്. ദ ന്യൂ കേംബ്രിഡ്ജ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ,
കാസ്റ്റ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ, സൂസൻ ബെയ്ലി. സൂസൻ ബെയ്ലിയുടെ അഭിപ്രായത്തിൽ 18-ാം നൂറ്റാണ്ടിന് ശേഷമാണ്, 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടിയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ജാതികൾ ഉണ്ടായത്. ഞാൻ പറഞ്ഞതാണെങ്കിലല്ലേ ഇഷ്ടപ്പെടാതുള്ളൂ. സൂസൻ ബെയ്ലി പറഞ്ഞതാണ്. അവരാരായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. സായിബ് മദാമയാണ്, വിദേശ വനിതയാണ്. വിദേശികൾ എന്തു പറഞ്ഞാലും അത് ശരിയായിരിക്കും. സ്വദേശികൾ എന്തു പറഞ്ഞാലും, ഗിരീഷ് കുമാർ പറഞ്ഞതാണ്, വിവരക്കേടായിരിക്കും. പക്ഷെ സൂസൻ ബെയ്ലിയെ കോട്ട് ചെയ്താ പറഞ്ഞത് കേട്ടോ, കറക്റ്റ് ആയിരിക്കും. ഇത് ശരിക്കും നമ്മുടെ ഹിപ്പോക്രസിയെ കാണിക്കുന്നത്. എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഈ കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുകയുള്ളൂ. നിങ്ങൾ എന്തിനാ ഞാൻ പറയണത് അംഗീകരിക്കുന്നത്? എന്റെ സഹജീവികളാണ് നിങ്ങൾ. ഞാൻ ഈ വഴികളിലൂടെയെല്ലാം യാത്ര ചെയ്യുമ്പോൾ എന്റെ ഇന്നലകളിലും ഇന്നുകളിലും നാളുകളിലും ഞാൻ കണ്ടുമുട്ടുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ മുഖത്തെ സന്തോഷമാണ് എന്റെ മുഖത്തെയും സന്തോഷമെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് ഈ ലോകത്ത് സുഖകരവും സന്തോഷകരവുമായി ജീവിക്കണമെങ്കിൽ എന്റെ ചുറ്റുപാടുമുള്ളവർക്കും സുഖവും സന്തോഷവും ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. അല്ലാതെ എനിക്ക് നിങ്ങളോട് ഇത് പറയേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. ഇത് എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ കാണുന്നവരുടെ, ഇനി കാണാൻ സാധ്യതയുള്ള ആരുടെയെങ്കിലും മുഖം ദുഃഖപൂർണമായാൽ അവർ വാസ്തവത്തിൽ എന്റെ തന്നെ ഒരു എക്സ്റ്റൻഡഡ് സെൽഫ് ആയതുകൊണ്ട്, ഞാൻ തന്നെയാണ് വാസ്തവത്തിൽ അവരായി തീർന്നതും എന്നുള്ളത് കൊണ്ട് അവരുടെ ദുഃഖം എന്റെയും ദുഃഖമാണ്. അതുകൊണ്ട് ആ ദുഃഖത്തിൽ നിന്ന് എന്റെ സഹജീവികൾക്ക് രക്ഷപ്പെടാൻ എനിക്ക് മനസ്സില അമൂല്യമായ അറിവ് ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് ഇതൊക്കെ കാണാതെ പഠിച്ചിട്ടാണെങ്കിലും എന്ന് പറയണത്. സൂസൻ ബെയ്ലി പറയുന്നു 18-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അവർ ഒരുപാട് ചരിത്രരേഖകളെ ഉദ്ധരിച്ചും നരവംശ ശാസ്ത്ര പഠനങ്ങളെ ഉദ്ധരിച്ചുമാണ് അവർ സംസാരിക്കുന്നത്. ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങിച്ച് ബാക്കി വായിക്കാവുന്നതാണ്. 18-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ കാണുന്നത് പോലത്തെ ജാതി ഉണ്ടായത്. അത് പൗരോഹിത്യത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അവിശുദ്ധമായ കൂട്ടുകെട്ടിന്റെ പരിണത ഫലമായിട്ടാണ്. അത് ആധ്യാത്മികമല്ല. അത് ഭൗതികമായിട്ടുള്ള ദുരയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇന്നും അതെ, ഇന്നും ജാതിയെ ജാതിയായി നിലനിർത്തുന്നത് രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സ് ആണ്, അല്ലാതെ സ്പിരിച്വാലിറ്റി അല്ല. സ്പിരിച്വാലിറ്റി എത്ര ശ്രമിച്ചാലും പൊളിറ്റിക്സ് വിചാരിക്കാതെ ജാതി ഇല്ലാണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ജാതി രാഷ്ട്രീയ പൗരോഹിത്യ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ സംഭാവനയാണ്, ഭാരതീയ മഹർഷീശ്വരന്മാരുടെ സംഭാവനയല്ല. ഈ വർണ്ണങ്ങള് 4 ഒരാളിൽ തന്നെയാണുള്ളത്. എന്നിലുള്ള ബ്രാഹ്മണ്യത്തെയും എന്നിലുള്ള ക്ഷാത്രത്തെയും എന്നിലുള്ള വൈശ്യത്വത്തെയും എന്നിലുള്ള ശൂദ്രത്വത്തെയും ഒരുപോലെ കണ്ടു പരിപാലിക്കേണ്ടത് എന്റെ ജീവിത ധർമ്മം ആണ്. സംരക്ഷണം എന്റെ ഉത്തരവാദിത്തമാണ്. ഈശ്വരോന്മുഖമായ പ്രയാണം എന്റെ ഉത്തരവാദിത്തമാണ്. ഭൗതികാഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യാൻ തീരുമാനിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അത് 4ആയിട്ട് വിഘടിച്ച് ഉള്ളതല്ല. അതുകൊണ്ട് 4 വർണ്ണങ്ങളും നമ്മളിൽ ഓരോരുത്തരിലും ഉള്ളതാണ്. നമ്മൾ വാസ്തവത്തിൽ ബ്രാഹ്മണൻ മാത്രമല്ല, ക്ഷത്രിയൻ മാത്രമല്ല, വൈശ്യൻ മാത്രമല്ല, ശൂദ്രൻ മാത്രവും അല്ല. ഇത് 4 കൂടി ചേർന്നതാണ് നമ്മൾ. ഇത് 4 ചേർന്ന്, വർണ്ണങ്ങൾ 4 ചേർന്ന് നമ്മൾ ജീവിതത്തിൽ പുരോഗമിക്കുമ്പോൾ അനിവാര്യമായി വരുന്ന 4 എണ്ണമാണ് ആശ്രമങ്ങൾ. അതുകൊണ്ട് വർണ്ണങ്ങളോട് കൂട്ടിച്ചേർത്തിട്ടാണ് എപ്പോഴും ആശ്രമങ്ങളെ പറ്റി പറയുക. 4 ആശ്രമങ്ങൾ മനുഷ്യന്: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അതിൽ ബ്രഹ്മചര്യം പഠനമാണ്. ജീവിത കളരിയിൽ അടരാടാൻ അനിവാര്യമായ പഠനമാണ് ബ്രഹ്മചര്യം. അത് ആദ്യത്തെ 20-25 വർഷം മതി എന്നെവിടെയും പറഞ്ഞിട്ടില്ല. ആദ്യത്തെ 20-25 വർഷം പഠിച്ചു കഴിഞ്ഞാൽ, പുസ്തകം മടക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ മാരീഡ് ലൈഫാണ് എന്നെവിടെയും പറഞ്ഞിട്ടില്ല. ജീവിതകാലം മുഴുവനും അനുവർത്തിക്കേണ്ടതാണ് പഠനം. അർജുനനാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. അർജുനൻ കളരി മുഴുവൻ അഭ്യസിച്ച് ആയോധന കലകൾ മുഴുവൻ വശമാക്കി യുദ്ധത്തിന്റെ ഒരു സാമ്പിള് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് തന്റെ സ്കില്ല് തെളിയിച്ചയാളാണ് അർജുനൻ. പാഞ്ചാലിയെ
ഒറ്റയ്ക്ക് വേട്ടുകൊണ്ടുവന്നയാളാണ് അർജുനൻ. അർജുനൻ ദി മോസ്റ്റ് സ്കിൽഡ് ആണ്. അർജുനന് ശരിക്കും പുതിയ ആയുധങ്ങളുടെ പുറകെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ അർജുനൻ പാശുപതം കിട്ടാൻ വേണ്ടി തപസ് ചെയ്ത കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പാശുപതം എന്ന ദിവ്യാസ്ത്രം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പഠനമായിരുന്നു ആ തപസ്. അദ്ദേഹം അത് കരസ്ഥമാക്കി. അജ്ഞാതവാസ കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കൽ നാഗലോകത്തെത്തിച്ചേർന്നു. നാഗലോകത്തിലെ നാഗരാജാക്കന്മാർ അദ്ദേഹത്തിന് വിശിഷ്ടങ്ങളായ വസ്തുക്കളെ കൊടുത്തു. വിശിഷ്ടങ്ങളായ വിവിധ ഉപഭോഗങ്ങളെ കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചത്, എനിക്കിതൊന്നുമല്ല വേണ്ടത്, ഞാനൊരു യോദ്ധാവാണ്. എന്റെ യുദ്ധങ്ങൾക്ക് എന്നെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ദിവ്യായുധങ്ങൾ വല്ലതുമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പഠനം അവസാന ശ്വാസം വരെയുള്ളതാണ്. ബ്രഹ്മചര്യവും അതുപോലെ ലാസ്റ്റ് ബ്രത്ത് വരെ ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാണ്ട് ആദ്യത്തെ 20 കൊല്ലം പഠിച്ചു കഴിഞ്ഞു, MA ഒക്കെ കഴിഞ്ഞു, MSc ഒക്കെ കഴിഞ്ഞു, PhD ഒക്കെ കഴിഞ്ഞു, പുസ്തകമൊക്കെ മടക്കി വെച്ചു, അന്ന് മടക്കിയ പുസ്തകമാണ്, പിന്നെ ഇതുവരെ തുറന്നിട്ടില്ല. കാരണം എന്താ? ഞങ്ങളുടെ മഹർഷിമാര് പറഞ്ഞിട്ടുണ്ടേ, ആദ്യമാണ് ബ്രഹ്മചര്യം, അതൊക്കെ കഴിഞ്ഞു. ബ്രഹ്മചര്യം എന്നുള്ള വാക്ക് തെറ്റായിട്ടാണ് സെലിബസി എന്നും ഉപയോഗിക്കുന്നത്. ബ്രഹ്മചര്യം എന്നുള്ള വാക്കിന് സെലിബസി എന്നൊരർത്ഥമില്ല. ബ്രഹ്മത്തിലേക്ക് നയിക്കുവാൻ ആവശ്യമായ ചര്യ എന്ന് മാത്രമേ ആ വാക്കിനർത്ഥമുള്ളൂ. ചില പ്രത്യേക സാധനകൾ ചെയ്യുന്ന സമയത്താണ് ഇംഗ്ലീഷിലെ സെലിബസി എന്നുള്ള വാക്കിന്റെ ആവശ്യകത ഉണ്ടാവുക. അതെല്ലായിടത്തും ഉണ്ടാകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മചാരി അല്ലാണ്ടാകുന്നില്ല. കല്യാണം കഴിച്ചു കഴിയുമ്പോഴും അയാൾ ബ്രഹ്മചര്യ തന്നെ. ബ്രഹ്മത്തിലേക്ക് എത്തിക്കുവാനുള്ള ചര്യയാണ് ബ്രഹ്മചര്യം. അത് ജീവിതകാലം മുഴുവനും ഉണ്ടാകേണ്ടതാണ്. അത് ജീവിതകാലം മുഴുവനും ഉണ്ടാകേണ്ടതാണെന്ന് തെളിയിക്കുന്നു തപസ്വാധ്യായ നിരതനായിരിക്കണം എന്ന ഉപദേശം. ഒരു വ്യക്തി തപസ്സും സ്വാധ്യായവും എന്നും ചെയ്യണം. സ്വാധ്യായം എന്ന് പറയുന്നത് എന്താ? പഠനമാണ്. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ പഠിക്കണം. തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ആവശ്യമായ കോപ്പുകൾ എപ്പോഴും സ്വരൂപിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. അങ്ങനെ ബ്രഹ്മചര്യത്തിലൂടെ ആർജിക്കുന്നത് പ്രാവർത്തികമാക്കേണ്ടി വരും. ബ്രഹ്മചര്യത്തിലൂടെ ആർജിക്കുന്ന അറിവിനെ പ്രാവർത്തികമാക്കുമ്പോൾ അനിവാര്യമായി വരുന്നതാണ് ഗാർഹസ്ഥ്യം. അത് കൂട്ടുകെട്ടാണ്. ഗാർഹസ്ഥ്യം എന്ന് പറഞ്ഞാൽ വിവാഹം എന്ന് മാത്രമല്ല അർത്ഥം. ഗൃഹം എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ മാത്രമെന്നും അർത്ഥമില്ല. വസുധൈവ കുടുംബകം എന്നാണ് മഹർഷീശ്വരന്മാർ ആഹ്വാനം ചെയ്തത്. ഈ ലോകം മുഴുവനുമാണ് എന്റെ കുടുംബം. അതുകൊണ്ട് ഞാൻ പഠിച്ചത് പ്രാവർത്തികമാക്കുമ്പോൾ എനിക്ക് അനിവാര്യമായി വരുന്നത് കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടിന്റെ പ്രതീകമാണ് വിവാഹം. ഇന്ന് വിവാഹം ചെയ്യുന്നത് എങ്ങനെയാ? വീട്ടിൽ അമ്മയെ നോക്കാൻ ആരുമില്ല. ഹോം നേഴ്സിനെ കിട്ടാനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ട്. എന്നാലൊന്ന് കല്യാണം കഴിച്ചേക്കാം. ഞാൻ ബോംബെയിലാ ജോലി ചെയ്യുന്നത്. എനിക്ക് വെച്ച് വിളമ്പിത്തരാൻ വരാൻ എൻ്റെ അമ്മയ്ക്ക് പറ്റില്ല. എന്റെ തുണിയൊക്കെ ഒന്ന് അലക്കിയിടണം, എനിക്ക് ആഹാരം വെച്ച് തരണം, പ്രായപൂർത്തിയൊക്കെ ആയി എന്നാ ഒരു കല്യാണം കഴിച്ചേക്കാം. വീട്ടിലെ വേലക്കാരിക്ക് പകരം ഇപ്പം ഈ അടുത്ത കാലത്ത് അങ്ങനെയല്ല കേട്ടോ, ഇന്ന് പെണ്ണുങ്ങളൊക്കെ മാറിപ്പോയി. കുറച്ചു കാലം മുമ്പ് വരെ ഇന്ന് വീട്ടുപണിയൊന്നും ആർക്കും അറിയണ്ടെന്നാ പറയണേ കല്യാണം കഴിക്കാൻ. കല്യാണം കഴിക്കുന്നതിന്റെ ഡബിൾ സ്പീഡിലാ ഡൈവോഴ്സ് നടക്കുന്നത്. കേരളത്തില് വർഷങ്ങളോളം വളരെ വേഗത്തിൽ തീർത്താൽ തീരാത്ത അത്ര ഡൈവോഴ്സ് കേസുകളുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും കുടുംബ കോടതികൾ തുടങ്ങിക്കഴിഞ്ഞു. ചില ഡിസ്ട്രിക്റ്റുകളിലൊക്കെ 2ഉം 3ഉം ഉള്ളത്. അപ്പോ വിവാഹം മാത്രമല്ല കുടുംബം. വിവാഹം കഴിക്കുന്നത് ഭാര്യയെ സഹായിക്കാനോ ഭർത്താവിനെ സഹായിക്കാനോ അല്ല, സ്ത്രീയെ സഹായിക്കാനോ പുരുഷനെ സഹായിക്കാനോ വീട്ടുപണി ചെയ്യാനല്ല. പിന്നെ എന്തിനാ വിവാഹം കഴിക്കുന്നത്? ധർമ്മപൂർത്തീകരണത്തിന്. ധർമ്മത്തിലൂടെ ചരിക്കുമ്പോൾ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഒരു കൂട്ടുകെട്ട് ആവശ്യമാണ്. കാരണം മനുഷ്യൻ ഒരു സോഷ്യൽ ബീയിങ് ആണ്. സാമൂഹ്യ ജീവിയായ മനുഷ്യന് താൻ പഠിച്ചത് പ്രാവർത്തികമാക്കേണ്ടി വരുമ്പോൾ അനിവാര്യമായി തീരുന്നതാണ് കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടാണ് ഗൃഹം. ഗൃഹം എന്ന് പറയുന്നത്, വീടെന്ന് പറയുന്നത് അച്ഛനും അമ്മയും മക്കളും മാത്രമല്ല. വീടെന്ന് പറയുന്നത് അച്ഛനും അമ്മയും മക്കളും, അവരുടെ അച്ഛനമ്മമാര്,
സഹോദരീ സഹോദരന്മാര്, സുഹൃത്തുക്കള്, ഇതെല്ലാം അടങ്ങിയതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എന്റേതാണെന്ന് ഞാൻ കരുതുന്ന ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ്, അല്ലാതെ എൻ്റെ ഭാര്യയും മക്കളും മാത്രമല്ല. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്, വിവാഹം മാത്രമല്ല. വിവാഹം അതിൻ്റെ ഒരു പ്രതീകം മാത്രം, ഒരു ഭാഗം മാത്രം, ഒരു പരിച്ഛേദം മാത്രം. വിവാഹം കഴിക്കുന്നതാകട്ടെ ധർമ്മത്തിലൂടെ ചരിക്കുവാൻ വേണ്ടിയാണ്. സഹ ധർമ്മം ചര എന്നാണ് വിവാഹ സമയത്ത് പറയുന്ന മന്ത്രം. ഒരുമിച്ച് ധർമ്മത്തിലൂടെ ചരിച്ചാലും. അല്ലയോ സ്ത്രീയെ, നിന്റെ ഭർത്താവിന്റെ ധർമ്മത്തിലൂടെ ചര്യയ്ക്ക് നീ ഒരു താങ്ങും, നിന്റെ ധർമ്മചര്യയ്ക്ക് നിനക്കൊരു താങ്ങുമായി തീരട്ടെ നിന്റെ ഭർത്താവ്. ഇത് പാരസ്പര്യത്തിൻ്റെതാണ്, അടിമത്വത്തിൻ്റെതല്ല വിവാഹം. സ്ത്രീയും പുരുഷനും വിവാഹത്തിൽ തുല്യര് തന്നെയാണ് എന്നാണ് ഭാരതീയ മഹർഷീശ്വരന്മാരുടെ കാഴ്ചപ്പാടല്ലാതെ ഭാര്യ ഭർത്താവിന് വിധേയയായവളല്ല. വിധേയയായവളായിരിക്കും, കാരണം ധർമ്മമാണ് അവരുടെ പ്രധാനമായിട്ടുള്ള, അല്ലാതെ അടിമത്വം എന്നുള്ള അർത്ഥത്തിലുള്ള വിധേയത്വമല്ല. ധർമ്മത്തിന്റെ വിധേയത്വമാണ് അവർ തമ്മിലുള്ളത്. അതുകൊണ്ട് അത് കല്യാണം കഴിക്കുക എന്നുള്ളതിൽ മാത്രം ഗാർഹസ്ഥ്യത്തെ ചുരുക്കിയത് നമുക്ക് പറ്റിയ മറ്റൊരു അബദ്ധം. ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത് കൂട്ടുകെട്ടാണ്. സ്വധർമാനുഷ്ഠാനത്തിന് അനിവാര്യമായി വരുന്ന കൂട്ടുകെട്ടാണ് ഗാർഹസ്ഥ്യം. ബ്രഹ്മചര്യത്തിലൂടെ ഗാർഹസ്ഥ്യം അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ ചിന്തയും പ്രവൃത്തിയും ടാലി ചെയ്യുന്നുണ്ടോ എന്ന പുനർവിചിന്തനം ഉണ്ടാകേണ്ടതാണ്. ഒരു ആത്മപരിശോധന ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ ആർക്കും ഇല്ലതൊന്നും ഒരു സെൽഫ് അനാലിസിസ്. ഞാൻ പറയുന്നതും ചിന്തിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ? എന്റെ വാക്കും പ്രവൃത്തികളും പാരസ്പര്യമുള്ളതാണോ? ഞാൻ ചെയ്യുന്നതും ചിന്തിക്കുന്നതുമൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ എന്നെ സഹായിക്കുന്നതാണോ? ഇതിനൊക്കെ ഞാനൊന്ന് പുറകോട്ട് നിന്ന് ചിന്തിക്കണം. പുനർവിചിന്തനത്തിനും പുനരവലോകനത്തിനും വിധേയമാക്കണം പ്രവൃത്തി ചിന്തകളെ. അങ്ങനെ പുനർവിചിന്തനത്തിനും പുനരവലോകനത്തിനും ചിന്താപ്രവൃത്തികളെ വിധേയമാക്കുന്നത് വാനപ്രസ്ഥം. വനത്തിലേക്ക് പോവുകയാണ്. വനത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വനത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ കാട്ടിലേക്ക് പോവുക എന്നർത്ഥം. നാട്ടിൽ സ്വൈര്യമില്ലാത്തത് കൊണ്ടല്ല കാട്ടിൽ പോണത്. നമ്മളൊക്കെ കാട്ടിപ്പോയത് നാട്ടിലെ ഓർമ്മകൾ തന്നെ വരുള്ളൂ. ആരെ പോലെ? സുരസമാധിമാരെ പോലെ. സുരസമാധിമാര് വീട്ടിലിരിക്കപ്പെടില്ലാഞ്ഞിട്ടാണ് കാട്ടിലേക്ക് ഇറങ്ങിച്ചത്. കാട്ടിച്ചപ്പം പഴയടിച്ചളത്തിൽ പന്തവും കൊളുത്തി പട പോലെ ഓർമ്മയാണ്. ഓർമ്മകൾ അലട്ടുന്ന പോയായിരിക്കുന്ന പോലെ തന്നെയാ. അപ്പൊ കാട്ടിൽ പോകുന്നത് അതിന് പിന്നെന്തിനാ വനത്തിൽ പോകുന്നത്? വനത്തിൽ എന്താ പ്രത്യേകത? വനത്തിൽ ഏത് സമയം അപകടം പതിയിരിക്കുന്ന സ്ഥലമാണ്. കുങ്കാളിൽ അകപ്പെട്ടാൽ ഏത് സമയത്താണ് ഏത് സാഹചര്യത്തിലാണ് അപകടം വരിക എന്നറിയാൻ പറ്റില്ല. രാത്രിയിലെ കൂരിരുട്ടിൽ എന്തിനു വേണമെങ്കിലും നമ്മളെ ആക്രമിക്കാം. പകല് പല മൃഗങ്ങളുടെയും ആക്രമണങ്ങൾക്ക് വിധേയമാണ് നമ്മൾ. അപ്പോൾ ആക്രമണത്തിന് വിധേയമായ ഒരു സ്ഥലത്ത്, അസുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്നുപെടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും അലേർട്ടായിരിക്കും. കണ്ണ് വളരെ ജാഗ്രതായിരിക്കും. മൂക്ക് വളരെ സൂക്ഷ്മമായിട്ട് മണക്കും. കാത് വളരെ ശ്രദ്ധാപുരസരം കേൾക്കാൻ റെഡിയായിട്ടിരിക്കും. ത്വക്ക് അന്തരീക്ഷത്തിൽ വരുന്ന ഏതു മാറ്റത്തെയും അറിയുവാൻ പര്യാപ്തമായിരിക്കും. നാക്ക് ഏതു രുചിയെയും അനുഭവിക്കുവാൻ മാത്രമായിട്ടുള്ള അലേർട്ടായിട്ട് നിൽക്കും. സർവ ഇന്ദ്രിയങ്ങളും അലേർട്ടായിട്ട് നിൽക്കുമ്പോഴാണ് ആധ്യാത്മിക സാധന. അതുകൊണ്ടാണ് കാട്ടിലേക്ക് പോകണമെന്ന് പറയുന്നത്. അലേർട്ടായിരിക്കണം എന്നർത്ഥം. അലേർട്ടാകണമെന്ന് പറയാനാണ് കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. കാരണം കാട്ടിപ്പോയാൽ പറയാതെ തന്നെ അലേർട്ടാണ്. കാരണം അവിടെ ഏത് സമയം, ഇന്നത്തെ കാട്ടിപ്പോക്കല്ലാട്ടോ, വളരെ സെക്യൂർ ആയിട്ടുള്ള കാട്ടിപ്പോക്കുകളൊന്നും ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്ന് അനവധി പ്രാവശ്യം കാടുകളിൽ പോയി വന്ന നമുക്കറിയില്ലേ. അപ്പോൾ സെക്യൂർ ആയിട്ടുള്ള സംഗതികളല്ല. സെക്യൂരിറ്റി ഈശ്വരന്റെ കയ്യിലാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള പോക്കാണത്. അവിടെ ചെല്ലുമ്പോൾ ഏത് സമയവും സിംഹമോ പുലിയോ കരടിയോ ആനയോ നമ്മളെ അറ്റാക്ക് ചെയ്യാം. ഏത് സമയവും ഉള്ള തേളിന്റെയോ എട്ടുകാലിയുടെയോ പാമ്പിന്റെയോ കടിക്കും വിധേയമാകാം. അങ്ങനെ
ആ അസുരക്ഷിതാവസ്ഥയുടെ മൂർധന്യതയിൽ നിൽക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം അലേർട്ടായിരിക്കും, എപ്പോഴും ശ്രദ്ധാപുരസരമായിരിക്കും. ശ്രദ്ധാപുരസരമായ ഇന്ദ്രിയങ്ങളോട് കൂടിയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ സൂക്ഷ്മമായ ബുദ്ധി ഉണ്ടാവുകയുള്ളൂ. കാരണം ബുദ്ധിയും ഇന്ദ്രിയങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ആ ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മത ബുദ്ധിയുടെ സൂക്ഷ്മതയ്ക്ക് കാരണമാകും. ആ സൂക്ഷ്മ ബുദ്ധി കൊണ്ട് ചെയ്യേണ്ടതാണ് പുനർവിചിന്തനം. വളരെ വിശദമായിട്ട് സസൂക്ഷ്മം നടത്തുന്നത് പുനർവിചിന്തനം. അത് വാനപ്രസ്ഥം. ബ്രഹ്മചര്യ ഗാർഹസ്ഥ്യങ്ങളിലൂടെ നേടിയതും പ്രവർത്തിച്ചതും പാരസ്പര്യത്തോടുകൂടിയുള്ളതാണോ എന്ന പുനർവിചിന്തനത്തിന് വിധേയമാക്കുന്നത് വാനപ്രസ്ഥം. പുനർവിചിന്തനത്തിന് വിധേയമാക്കി കഴിയുമ്പോൾ ചിലത് തള്ളണമെന്നും ചിലത് ഉൾക്കൊള്ളണമെന്നും മനസ്സിലാകും. അങ്ങനെ ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊണ്ട് തള്ളേണ്ടതിനെ തള്ളുന്നത് സന്യാസം. ന്യസ് എന്ന ധാതുവിൽ നിന്നാണ് സന്യാസം എന്നുള്ള വാക്കുണ്ടാകുന്നത്. ന്യസ് എന്നുള്ള ധാതുവിന് രണ്ടർത്ഥം. തൊട്ടറിയുക എന്നൊരർത്ഥം, തൊടുക എന്നൊരർത്ഥം. രണ്ടാമത്തെ അർത്ഥം ത്യജിക്കുക എന്നുള്ളതും. തൊട്ട് അറിഞ്ഞതിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ട് ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളാനും ത്യജിക്കേണ്ടതിനെ ത്യജിക്കുവാനും സഹായിക്കുന്നത് സന്യാസം. അല്ലാതെ ഇന്ന് കാണുന്ന പോലത്തെ സന്യാസമൊന്നും മഹർഷീശ്വരന്മാര് പറഞ്ഞിട്ടുള്ളതല്ല. ഇന്നെങ്ങനെയാ? ഭാര്യ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി, ഉടൻ പോയി സന്യസിച്ചു. പരീക്ഷയ്ക്കൊന്നും പാസ്സായില്ല, ഉടൻ പോയി സന്യസിച്ചു. ജോലിയൊന്നും കിട്ടിയില്ല, എന്നാ പോയി സന്യസിച്ചു. ഇപ്പൊ അങ്ങനെ സന്യസിക്കുന്നവരുടെ എണ്ണം കൂടിയതുകൊണ്ടായിരിക്കാം ഇന്ത്യയിലെ വലിയ ആശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ മോക്ഷം കിട്ടിക്കുന്ന ആശ്രമമാണെന്നൊന്നും ധരിച്ചു പോകരുത്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള ആശ്രമങ്ങളാണ് ഇന്ന് വലിയ ആശ്രമങ്ങൾ. മോക്ഷം തരും അവിടെ പോയാലെന്നൊന്നും വിചാരിക്കരുത്. അവിടെ പോയി ചേർന്നാൽ ചുരുങ്ങിയത് ഒരു സ്കൂൾ മാനേജറെങ്കിലും ആകാൻ പറ്റുമെന്നുള്ളത് വലിയ ആശ്രമങ്ങൾ. അങ്ങനെ ഇന്ത്യയിലെ വലിയ സ്വത്തുള്ള വലിയ ആശ്രമങ്ങളിൽ സന്യസിക്കണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി വേണം. എല്ലാം ത്യജിക്കണമെങ്കിലേ മിനിമം ഒരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം. എൻട്രൻസ് എക്സാം എഴുതുകയും വേണം. എൻട്രൻസ് എക്സാം പാസ്സായില്ലെങ്കിൽ സന്യസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വലിയ ഒരു ആശ്രമത്തിലെ എൻട്രൻസ് എക്സാമിനേഷൻ തോറ്റ് സന്യാസം സ്വീകരിച്ച 1-2 പേരെ വേറെ സ്ഥലത്തു നിന്ന്, അത്ര വലിയ നിർബന്ധമൊന്നും ഇല്ലാത്ത സ്ഥലത്തു നിന്ന് സന്യസിച്ച ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. ത്യജിക്കണമെങ്കിൽ ഡിഗ്രി വേണമത്രേ. ത്യജിക്കണമെങ്കിൽ പരീക്ഷ എഴുതി പാസ്സാകണമത്രേ. അതിനെ വിളിക്കുന്ന പേരാണത്രേ സന്യാസം. സന്യാസം ശരിക്കും ഉദാത്തമായിട്ടുള്ളൊരാശ്രമമാണ്. സന്യാസചര്യയനുസരിച്ച് ജീവിക്കുന്നവരെ നമുക്കാർക്കും പരിചയമില്ല. ഹിമാലയത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം. നമുക്കറിയാവുന്ന സന്യാസികൾ എന്നൊക്കെ പറയുന്നത് പ്രസ്ഥാനങ്ങളുടെ മേധാവികൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നവർ, ഭരണാധികാരികൾ, അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അവരുമായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ നമുക്കറിയാതെ തോന്നിപ്പോകും ഇവർ എന്താണ് ത്യജിച്ചത് എന്ന്. ഛർദ്ദിതാന്നവത് ജുഗുപ്സയാണ് ഈ പ്രപഞ്ചത്തിനോട് അവർക്കുണ്ടാകുന്നത്. പ്രപഞ്ചത്തിനോടുള്ള അവരുടെ പെരുമാറ്റം കണ്ടാൽ ഗൃഹസ്ഥന്മാർക്കു പോലും നാണമുണ്ടാകും. ഇതും എന്നോട് ഒരുപാട് അനുഭവസ്ഥരായ ഗൃഹസ്ഥന്മാർ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എന്റെ അനുഭവത്തിലുമുള്ളതാണ്. സന്യാസം ശ്രേഷ്ഠമായ ഒരാശ്രമം തന്നെയാണ്. പക്ഷേ എല്ലാ സന്യാസികളും ശ്രേഷ്ഠരല്ല. അതുകൊണ്ട് സന്യാസം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അനുഷ്ഠിക്കേണ്ടതോ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി കിട്ടേണ്ടതോ വീട്ടിൽ നിന്ന് അടിച്ചിറക്കപ്പെടുമ്പോഴോ ജീവിതത്തിൽ പരാജയപ്പെടുമ്പോഴോ സ്വീകരിക്കേണ്ടതോ അല്ല. പരാജിതരുടെ പലായന കേന്ദ്രമല്ല ഭാരതത്തിലെ ഉത്തമമായ ഉദാത്തമായ സന്യാസ സമ്പ്രദായം. ജീവിതത്തിൽ വിജയിച്ച് ജീവിതത്തിന്റെ പരിമിതികളെ മനസ്സിലാക്കി അത് വേണ്ട എന്ന് വയ്ക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. അത് വിധി വൈപരീത്യം കൊണ്ട് ഒരു ശുഷ്കമായ സമ്പ്രദായമായി തീർന്നത് ഇന്നത്തെ കാലത്തിന്റെ കേട്, അല്ലാതെ എന്ത് പറയാനാണ്. അതുകൊണ്ട് സന്യാസം എന്ന് പറയുന്നത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ട് വേണ്ടതിനെ ഉൾക്കൊള്ളുകയും വേണ്ടാത്തതിനെ തള്ളുകയും ചെയ്യുന്നത്. അപ്പോൾ ബ്രഹ്മചര്യം എപ്പോൾ അനുഷ്ഠിക്കണം? ജീവിതാന്ത്യം വരെ. ഗാർഹസ്ഥ്യം എത്ര കാലം വരെ അനുഷ്ഠിക്കണം? ജീവിതാന്ത്യം വരെ. വാനപ്രസ്ഥം ജീവിതാന്ത്യം വരെ, സന്യാസവും ജീവിതാന്ത്യം വരെ. തന്നിലെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരെ
പരിപോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ചതുരാശ്രമങ്ങൾ. അതുകൊണ്ടാണ് വർണ്ണാശ്രമങ്ങളെ എപ്പോഴും ഒരുമിച്ചേ പറയുകയുള്ളൂ. വർണ്ണങ്ങളും ആശ്രമങ്ങളും, ഓരോ ആശ്രമത്തിലും എന്താ ചെയ്യേണ്ടത്, ഓരോ വർണ്ണങ്ങളും എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞത് വ്യത്യസ്തരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇതനുസരിച്ച് 4 വർണ്ണങ്ങളെയും പരിപോഷിപ്പിച്ച് 4 ആശ്രമങ്ങളിലൂടെയും ദിവസവും നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ക്വാളിറ്റേറ്റീവ്ലി നമുക്ക് എത്ര മാറ്റമുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ഇത് പ്രകാരമൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാത്രമല്ല നമുക്കറിയാവുന്നവരെല്ലാം നമ്മുടേതാണെന്ന് നമ്മൾ കരുതുന്നവർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ? ഈ ബുദ്ധിമുട്ട് എങ്ങനെയുണ്ടായി? ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിച്ചതുകൊണ്ട് മാത്രമുണ്ടായി. ഉദാത്തമായ പാരമ്പര്യത്തെ ആ സങ്കുചിതമായിട്ടുള്ള വിഭാവനകൾക്കനുസരിച്ച് വ്യാഖ്യാനം ചെയ്തതുകൊണ്ട് മാത്രമുണ്ടായ ഒരു ദുർവിധിയാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹജീവികൾക്ക് മുഴുവനും ഗുണമുണ്ടായിക്കോട്ടെ എന്ന് കരുതി മഹർഷീശ്വരന്മാർ വെളിപ്പെടുത്തി തന്ന വെളിപാടുകൾ ചിലരുടെ മാത്രം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചതിന്റെ പരിണത ഫലമാണ് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയേ തീരൂ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് വർണ്ണാശ്രമ ധർമ്മങ്ങളിലൂടെ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്ക് നിത്യനൈമിത്തിക കാമ്യ പ്രായശ്ചിത്ത ഉപാസനാദികൾ അനുഷ്ഠിച്ച് വർണ്ണാശ്രമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് മനുഷ്യജീവിതം അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുക. വർണ്ണാശ്രമങ്ങൾക്കനുസരിച്ച് നിത്യനൈമിത്തിക കാമ്യകർമ്മങ്ങൾക്ക് വിധേയമായി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതുവരെ പറഞ്ഞത് സിദ്ധാന്തം, ഇനി പറയാൻ പോകുന്നത് പദ്ധതി. പദ്ധതി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അതിന്റെ സൈദ്ധാന്തിക തലം. ഭാരതീയ സംസ്കാരത്തിന്റെ സൈദ്ധാന്തിക തലമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി അത് പ്രാവർത്തികമാക്കുമ്പോൾ എന്തു ചെയ്യും, എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതിന് ഇന്നത്തെ ദിവസവും കൂടി കഴിഞ്ഞാൽ, ഇന്ന് മുഴുവൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിന്റെ ബാക്കിയായിട്ട് നാളെ, അത് കഴിഞ്ഞാൽ ഭഗവത്ഗീതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ നിത്യജീവിതത്തെ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഇന്നിനി നമ്മൾ ഈ കേട്ടത് അനുസരിക്കുമ്പോൾ, അനുഷ്ഠിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അനുഷ്ഠിക്കുന്നത് എന്ന് നോക്കാൻ പോവുകയാണ്. നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് സൂര്യോദയം മുതലാണ്. ഭാരതീയരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ ഘടകം ഒരു ദിവസമാണ്. ആ ദിവസം തുടങ്ങുന്നത് സൂര്യോദയത്തോടുകൂടിയാണ്. ആ ദിവസം കഴിയുന്നത് അടുത്ത സൂര്യോദയത്തോടുകൂടിയാണ്. ഉദയാന്തമാണ് നമ്മുടെ ദിവസം. ഉദയാന്തമായിട്ട് ദിനരാത്രങ്ങളെ ഗണിച്ചുകൊണ്ടിരുന്നവർ പാശ്ചാത്യ സമ്പ്രദായങ്ങൾക്ക് വിധേയരായി അർദ്ധരാത്രി മുതൽ അർദ്ധരാത്രി വരെയാക്കി അവരുടെ ദിവസം. രാത്രി 12 മണിക്കാണ് നമ്മുടെ എല്ലാം വാച്ചുകളിലെ ഡേറ്റ് മാറുക. രാത്രി 12 മണി മുതൽ രാത്രി 12 മണി വരെക്കിടയിലെ 24 മണിക്കൂർ. സൂര്യൻ ഇന്ന് ഉദിച്ച് നാളെ ഉദിക്കുന്നതിനിടയിലും 24 മണിക്കൂർ. അപ്പൊ എന്താ അത്ര വലിയ വ്യത്യാസം ഉണ്ട്? ഉദയാന്തമായിട്ട് ദിനരാത്രങ്ങളെ ഗണിച്ചിരുന്ന കാലത്ത് ദിനരാത്രങ്ങൾ പ്രകാശപുടിതങ്ങളായിരുന്നു. ദിനരാത്രങ്ങളുടെ രണ്ടറ്റത്തും വെളിച്ചമായിരുന്നു ഉണ്ടായിരുന്നത്. വെളിച്ചം രണ്ടറ്റത്തും ഉണ്ടായിരുന്ന ദിനരാത്രങ്ങളെ ഉപേക്ഷിച്ച് അന്ധകാരപുടിതങ്ങളായിട്ടുള്ള ദിനരാത്രങ്ങളിലേക്ക് മനുഷ്യരാശിയിൽ ചിലര് ചേക്കേറിയപ്പോൾ, കാരണം നമ്മൾ ലോകത്തിന്റെ ഒരു ന്യൂനപക്ഷമാണ് ഭാരതീയര്, ജനസംഖ്യയിൽ ലോക ജനസംഖ്യയിലെ ന്യൂനപക്ഷമായ ഭാരതീയ സംസ്കാരാഭിമാനികൾ പ്രകാശപുടിതങ്ങളായിട്ടുള്ള ദിനരാത്രങ്ങളിൽ നിന്ന് അന്ധകാരപുടിതങ്ങളായ ദിനരാത്രങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ ലോകം അന്ധകാരത്തിലേക്ക് ചേക്കേറാൻ തുടങ്ങി. ഞങ്ങൾ കുറച്ചുപേര് ഞങ്ങളുടെ ദിവസത്തിന്റെ രീതി മാറ്റിയതുകൊണ്ട് ലോകം ബുദ്ധിമുട്ടിലായി എന്നൊക്കെ പറയുന്നതിനേക്കാൾ വലിയ സ്റ്റുപ്പിഡിറ്റി ഉണ്ടോ? ബുദ്ധിജീവികളുടെ ചോദ്യമാണ്. ഉത്തരം പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ചോദ്യം കേൾക്കുമ്പോൾ ഒറ്റ കേൾവിയിൽ റാഷണലുമാണ്. നമ്മൾ കുറച്ചുപേര് നമ്മുടെ ഡേ കോൺസെപ്റ്റ് മാറ്റിയാൽ ലോകം മുഴുവൻ ഇരുട്ടിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റുപ്പിഡിറ്റി അല്ലേ എന്ന് പറയാമായിരുന്നു ഫിസിക്സിലെ കെയോസ് എന്ന വിഭാഗം മുന്നോട്ട് വരുന്നതിന് മുമ്പ്. പ്രപഞ്ചത്തിലെ ഡിസോർഡറിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് കെയോസ്.
ഇറിവേഴ്സിബിൾ തെർമോഡൈനാമിക്സ് ഒക്കെ അതിലാണ് വരിക. അവരുടെ അവകാശപ്രകാരം അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി പറയാൻ സാധിക്കുമെന്ന് അവർ കരുതുന്നു. കെയോസിന്റെ ആൾക്കാർ ഇന്നത്തെ ഇരുപതാണ്ടിലെ വലിയൊരു ശാസ്ത്ര വിഭാഗവും കൂടിയാണ് കെയോസ്. കെയോസിൽ ബട്ടർഫ്ലൈസ് എഫക്റ്റ് എന്നൊരു എഫക്റ്റ് ഉണ്ട്. ബട്ടർഫ്ലൈസ് എഫക്റ്റ് പ്രകാരം പറയുന്നത് ആഫ്രിക്കൻ വൻകാട്ടിനകത്ത് ഒരു പൂവിൽ നിന്ന് തേൻ നുകരാൻ ഒരു പൂമ്പാറ്റ ചിറകടിച്ചാൽ ആ പൂമ്പാറ്റയുടെ ചിറകടിയുടെ അനുരണനം കാലിഫോർണിയയിൽ കൊടുങ്കാറ്റിന് സാധ്യതയുണ്ടാക്കും. ഞാനല്ലേ പറയുന്നത്? ഈ സ്റ്റുപ്പിഡിറ്റിയും ഇറാഷണാലിറ്റിയും ഒക്കെ കെയോസ് ആൾക്കാരാ പറയണത്. ഞാൻ വെറും തത്ത. അവർ പറഞ്ഞത് ഇങ്ങനെ പറയുന്നു മാത്രം. അവർ പറഞ്ഞതാണ് ഒരു പൂമ്പാറ്റ തേൻ നുകരാൻ ചിറകടിക്കുമ്പോൾ ആ ചിറകടിയുടെ അനുരണനത്തിന് ഒരു കൊടുങ്കാറ്റുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അത് ഇല്ല എന്ന് സമർത്ഥിക്കാനുള്ള ബുദ്ധിശക്തിയൊന്നും നമുക്കിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് അതിലേക്ക് നമ്മൾ കടക്കണ്ട. ബട്ടർഫ്ലൈസ് ഇഫക്റ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൃത്യമായിട്ടുള്ള പേരുകൾ പറയുന്നത്. അത് ശരിയാണെങ്കിൽ ഒരു പൂമ്പാറ്റയുടെ ചിറകടിക്ക് ഒരു കൊടുങ്കാറ്റിനുള്ള സാധ്യതയുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഒരു ചെറുവിഭാഗം ജനതയെ അതിന്റെ ദിനരാത്ര കൽപ്പനകൾ പ്രകാശപുടിതങ്ങളായവയിൽ നിന്ന് മാറ്റി അന്ധകാരപുടിതങ്ങളായതിലേക്ക് ചേക്കേറുമ്പോൾ ലോകം അന്ധകാരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അത് വാസ്തവമാണെന്ന് നിത്യവുമുള്ള പത്രദൃശ്യ മാധ്യമങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ലോകത്തിന്റെ ഈ പോക്ക് പ്രകാശത്തിലേക്കല്ല, അന്ധകാരത്തിലേക്കാണ്. അതുകൊണ്ട് ദിനരാത്രങ്ങളെ പ്രകാശപുടിതങ്ങളായിട്ട് തന്നെ കരുതുന്നതാണ് നല്ലത്. ഒഫീഷ്യലായിട്ടൊരു പക്ഷേ നമുക്ക് 12 മണിക്ക് ദിവസം മാറുമെങ്കിലും നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ജീവിതം ഉദയാന്തം തന്നെ നിലനിർത്തുന്നതാണ് നല്ലത്. അതാണ് ശരി. അതുകൊണ്ട് ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് സൂര്യൻ ഉദിച്ച് നാളെ സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ദിവസം ആണ് ഏറ്റവും ഒരു ചെറിയ യൂണിറ്റ്. ആ ദിവസം മുതലാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ ജീവിതയാത്ര തുടങ്ങുന്നത് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോഴാണ്. അതുകൊണ്ട് മഹർഷീശ്വരന്മാര് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. നിർബന്ധ ബുദ്ധിയോടുകൂടിയല്ല, അങ്ങനെയൊക്കെ ചെയ്താൽ ഗുണമുണ്ടാകുമെന്ന് കണ്ട് സഹജീവികളോട് പറഞ്ഞു തന്നതാണ്. അത് ഇമ്പോസ് ചെയ്യുന്നതല്ല, അവരത് ഷെയർ ചെയ്യുന്നതാണ്. അവർ പറഞ്ഞു, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടൻ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് വരരുത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൈയൊന്ന് മലത്തി, കട്ടിലേലിരുന്ന് കൈയൊന്ന് മലത്തി ആ കയ്യെ നോക്കി ഒരു പാട്ട് പാടണം രാവിലെ. ഇവിടെ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ അലാറം ക്ലോക്ക് ചലച്ചിട്ടാ. അലാറം ക്ലോക്ക് ചലച്ചില്ലെങ്കിൽ നമ്മളാരും ഉണരുകയല്ല. ഉണർത്താതെ ഉണരാത്തവരാ നമ്മൾ. ഉണർത്തുന്നവന്റെ ഗതി എന്താ? ഉണർത്തുന്ന അലാറം ക്ലോക്കിന്റെ ഉച്ചിക്കടിച്ച്, ഉണർത്തുന്നവന്റെ ഉച്ചിക്കടിച്ച് പ്രാഗിക്കൊണ്ട് തുടങ്ങുന്നു നമ്മുടെ ഒരു ദിവസം. ഒരു ദിവസം ഈ അലാറം ക്ലോക്ക് ചലച്ചില്ലെങ്കിൽ നമ്മളിൽ പലരും ജോലിക്ക് ഹാജരാവുകയില്ല. കാരണം ഉണരാത്തവരാണ് നമ്മൾ. ഉണർത്തുന്നവന്റെ ഉച്ചിക്കടിച്ച് പ്രാഗിശീലവുമുള്ളവരാണ് നമ്മൾ. മൊബൈൽ ഫോണൊക്കെ വന്നതിന് ശേഷം ഇതിൽ കുറച്ച് മാറ്റമുണ്ട്. അത് നിൽക്കട്ടെ. അങ്ങനെ രാവിലെ എണീറ്റ് ചാടി എഴുന്നേക്കാനല്ല പറയണത്. അപ്പൊ ഇപ്പൊ ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല പറഞ്ഞത്. ഇപ്പൊ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്താൽ ഇപ്പോഴുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. രാവിലെ എണീറ്റാൽ കൈ നിവർത്തി വെച്ചൊരു പാട്ട് പാടണം. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ. ഗൗരി എന്നും പാഠഭേദം. കരമൂലേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. വിവരക്കേടിന്റെ അങ്ങേ തല. ഈ കൈ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ കൊണ്ടിട്ട് നിരീക്ഷിച്ചാൽ ഇതിന്റെ അറ്റത്ത് ലക്ഷ്മിയോ നടുക്ക് സരസ്വതിയോ മൂലയിൽ ഗോവിന്ദനെയോ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ തോന്നിയതുപോലെ പറഞ്ഞതാണ്. പറയാൻ വരട്ടെ, ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് പറയാം. കരം കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. കർമ്മം ചെയ്തിട്ടാണ് ഞാൻ എന്റേതാക്കുന്നത് ഓരോന്നിനെയും. എന്റെ കർമ്മത്തിന്റെ അഗ്രം, കൈയുടെ അറ്റം, എന്റെ കർമ്മത്തിന്റെ അറ്റത്ത് ലക്ഷ്മി വസിക്കട്ടെ. ലക്ഷ്മി വൃത്തിയുള്ളിടത്ത് മാത്രമേ ഇരിക്കുകയുള്ളൂ. വൃത്തിയില്ലാത്തടത്ത് ലക്ഷ്മി ഉണ്ടാവില്ല. ലക്ഷ്മി ഉപാസകർക്ക് വേണ്ടുന്ന ഗുണങ്ങളെപ്പറ്റി പ്രപഞ്ചസാര തന്ത്രത്തിൽ പറയുമ്പോൾ
പ്രപഞ്ചസാര തന്ത്രകർത്താവ് പറയുന്നു, ലക്ഷ്മി ഉപാസകൻ തന്റെ പരിസരങ്ങളെല്ലാം എപ്പോഴും വൃത്തിയോടുകൂടി വെക്കാൻ ശ്രദ്ധിക്കണം. ശരീരം വൃത്തിയുള്ളതായിരിക്കണം, വസ്ത്രം വൃത്തിയുള്ളതായിരിക്കണം, കിടക്ക വൃത്തിയുള്ളതായിരിക്കണം, കിടക്കയ്ക്ക് മുകളിൽ വിരിക്കുന്ന വിരി വൃത്തിയുള്ളതായിരിക്കണം, കഴിക്കുന്ന പാത്രം വൃത്തിയുള്ളതായിരിക്കണം, സർവ്വതും വൃത്തിയുള്ളതായിരിക്കണം. വൃത്തിയില്ലാത്തടത്ത് ലക്ഷ്മി ഇരിക്കില്ല. എന്റെ കർമ്മം ചെയ്യാൻ എന്നെ സഹായിക്കുന്ന കരങ്ങളുടെ അറ്റത്തിൽ ലക്ഷ്മി ദേവി വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ ആന്തരികാർത്ഥം എന്താ? എന്റെ കർമ്മങ്ങൾ വൃത്തിയുള്ളതായിരിക്കട്ടെ. വൃത്തിയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നാം ഐശ്വര്യമുള്ളവരായിത്തീരുന്നത്. കരങ്ങൾ കൊണ്ട് പ്രവർത്തിച്ച് എന്റേതാക്കുമ്പോൾ അതെന്റെ കൈക്കകത്താകണം. എന്റേതാണെന്ന് ഞാൻ പറയുന്നവയെല്ലാം എന്റെ കൈക്കകത്തുള്ളതാണ്. എന്റെ കൈക്കുള്ളിലില്ലാത്തതൊന്നും എന്റേതല്ല. എന്റേതാക്കിയതിനെക്കുറിച്ചെല്ലാം എനിക്ക് അറിവുണ്ടാകണം. അതാണ് സരസ്വതി. സ്വസാരം ദദാതീതി സരസ്വതി. ഒരു വസ്തുവിന്റെ യഥാർത്ഥ ജ്ഞാനത്തെ വെളിപ്പെടുത്തി തരുന്നത് സരസ്വതി. നമ്മുടേതാണെന്ന് നാം കരുതുന്നതിനെ പറ്റിയുള്ള യഥാർത്ഥ ജ്ഞാനം നമുക്കില്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന വലിയ കുഴപ്പം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്, അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇവൾ ഇങ്ങനെയാണ് ഇവളുടെ സ്വഭാവം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മകളുടെ സ്വഭാവത്തെപ്പറ്റി, മകന്റെ സ്വഭാവത്തെപ്പറ്റി, ഭാര്യയുടെ സ്വഭാവത്തെപ്പറ്റി, ഭർത്താവിന്റെ സ്വഭാവത്തെപ്പറ്റി അനവധി കാലം കൂടെ ജീവിച്ചതിന് ശേഷം പറയുന്ന അഭിപ്രായങ്ങളിൽ ചിലവയാണത്. എനിക്കറിയില്ലായിരുന്നു. എന്റേതാണെന്ന് ഞാൻ കരുതിയവയെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം എനിക്കില്ലാത്തതുകൊണ്ട് അത് എനിക്ക് ദുഃഖത്തിന് കാരണമായി തീർന്നു. അതുകൊണ്ട് എന്റേതാക്കുന്നതിനെക്കുറിച്ചെല്ലാം എനിക്കറിയണം. അത് സരസ്വതി. എന്റേതാക്കിയതിനെക്കുറിച്ചുള്ള അറിവ് തരുന്നത് സരസ്വതി. കരമൂലേതു ഗോവിന്ദ. ഗോ പ്രകാശം, വിന്ദം നയിക്കുന്നത്. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ ലഭ്യമാക്കാൻ സഹായിക്കുന്നത്, പ്രകാശത്തിലേക്ക് നയിക്കുന്നത്. എന്റെ കർമ്മങ്ങൾ എല്ലാവരെയും പ്രകാശത്തിലേക്ക് നയിക്കുന്നതായിരിക്കട്ടെ. എന്റെ കർമ്മങ്ങളുടെ കടക്കിൽ റൂട്ടിലുള്ളത് പ്രകാശമാകട്ടെ, സുതാര്യതയാകട്ടെ. എന്റെ കർമ്മങ്ങൾ, എന്റെ പ്രവൃത്തികൾ, എന്റെ ചിന്തകൾ ട്രാൻസ്പെറന്റ് ആകട്ടെ. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ചിന്തകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നവനാകട്ടെ ഞാൻ. എന്റെ പ്രവൃത്തികളെല്ലാം വൃത്തിയുള്ളതായിരിക്കട്ടെ. വൃത്തിയുള്ള സുതാര്യമായ കർമ്മങ്ങളിലൂടെ ഞാൻ എന്റേതാക്കുന്നതിനെക്കുറിച്ച് എനിക്ക് അറിവ് ഉണ്ടാകട്ടെ. ഇത് അന്ധവിശ്വാസമാണോ? ഇങ്ങനെ ദിവസവും രാവിലെ ചിന്തിച്ച് പ്രവൃത്തി മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് വിവരക്കേടാണോ? ചിന്തിക്കേണ്ടതാണ്. ഈ ശ്ലോകം 32 അക്ഷരങ്ങളുള്ള ശ്ലോകം വലിച്ചെറിഞ്ഞ് അന്ന് തുടങ്ങി സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാൻ. കാരണം എന്താ? വൃത്തിയല്ലാത്ത കർമ്മം ചെയ്ത് കിട്ടുന്നതിനെക്കുറിച്ചിട്ടുള്ള അറിവൊന്നുമില്ലാതെ മറ്റുള്ളവരെ അന്ധകാരത്തിലേക്ക് നയിച്ച് ജീവിക്കുന്ന മനുഷ്യന് ഉറക്കമില്ലാത്ത രാവുകൾ. ഉറക്കമില്ലാത്ത രാവുകളിൽ ഉറങ്ങാൻ മരുന്ന് കഴിച്ച് കിടന്നിട്ടും നിദ്ര അനുഗ്രഹിക്കാത്തവർ. ഈ ശ്ലോകമനുസരിച്ചിട്ടായിരുന്നു ജീവിതമെങ്കിൽ ഇതിന് അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നതായിരുന്നു, വിജയിക്കണം എന്നൊന്നുമില്ല, ശ്രമിക്കുന്നതായിരുന്നു ജീവനെങ്കിൽ ജീവിതത്തിൽ എത്ര മനസമാധാനമുണ്ടാകുമായിരുന്നു. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ തു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. അത് വ്യക്തിഗതമാണ്, വൈയക്തികമാണ്, ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. മനുഷ്യൻ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് മാത്രമല്ല, ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല, ഒരു സോഷ്യൽ ബീയിങ്ങും കൂടാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് പറയുന്നത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചാടി എഴുന്നേറ്റ് ഇറങ്ങിപ്പോകാനല്ല പറയുന്നത്, ഭൂമിയെ ഒന്ന് തൊട്ട് തലയിൽ വെക്കാൻ. സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. അല്ലയോ സമുദ്രങ്ങളെ വസ്ത്രങ്ങളാക്കി ധരിച്ച, കുന്നുകൾ സ്ഥലങ്ങളായിട്ടുള്ള അമ്മേ, അവിടുത്തെ ചവിട്ടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്റെ പാദസ്പർശത്തെ അവിടുന്ന് ക്ഷമിച്ചാലും എന്റെ അമ്മയായ അവിടുത്തെ ചവിട്ടാതെ എനിക്ക് നടക്കാൻ സാധിക്കില്ല. അതെന്റെ പരിമിതി. എന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ ചവിട്ടുകൾ അവിടുന്ന് എന്നോട് എന്റെ ചവിട്ടുകൾക്ക് അവിടുന്ന് എന്നോട് ക്ഷമിക്കണം. എത്ര ഉദാത്തമായ കാഴ്ചപ്പാട്! ഈ ബോധതലത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നത് എന്ന് വിചാരിക്കുക. ഈ ഭൂമി
നമ്മുടെ അമ്മയാണ് എന്ന ബോധതലത്തിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നതെങ്കിൽ ഇന്ന് കാണുന്ന എന്തെങ്കിലും ഒരു എൻവയറമെന്റൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഇവിടുത്തെ എൻവയറമെന്റൽ പ്രശ്നങ്ങൾ മുഴുവൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? സ്വാർത്ഥതയ്ക്ക്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള സ്വാർത്ഥതയ്ക്ക് വിധേയരായിട്ട് പ്രകൃതിയെ എനിക്കും എന്റേതെന്ന് ഞാൻ കരുതുന്നവർക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിനെ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് കൊണ്ട്, ചൂഷണം ചെയ്യുന്നത് കൊണ്ട് ആണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഡെവലപ്മെന്റിന്റെ പേരുകളിൽ കുന്നുകൾ ഇടിച്ച് നിരപ്പാക്കുമ്പോൾ എർത്ത്ക്വേക്കുകൾ ഉണ്ടാകും, ഭൂകമ്പങ്ങൾ ഉണ്ടാകും, സുനാമികൾ ഉണ്ടാകും. ഈ വീടുകൾ വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളശേഖരത്തെയും പാടങ്ങളെയും നികത്തുമ്പോൾ വെള്ളത്തിന് ദൗർലഭ്യമുണ്ടാകും. ഇനിയത്തെ ലോകയുദ്ധം പണത്തിന് വേണ്ടി ആയിരിക്കുകയില്ല, പെട്രോളിന് വേണ്ടി ആയിരിക്കുകയില്ല എന്നാണ് ചിന്തകന്മാർ പറയുന്നത്. വെള്ളത്തിന് വേണ്ടിയായിരിക്കും ഇനിയത്തെ ലോകയുദ്ധങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ആരാണ് ഈ വെള്ളക്ഷാമം ഇവിടെ വരുത്തിയത്? ആരാണ് ഈ ഭൂകമ്പങ്ങൾക്ക് കാരണം? നമ്മള്. എന്താ കാരണം? ഇതെനിക്കും എന്റേതെന്ന് ഞാൻ കരുതുന്നവർക്കും വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണ് എന്ന ധാരണയോടുകൂടി ഈ പ്രപഞ്ചത്തെ എന്റെ സുഖത്തിന് വേണ്ടി ചൂഷണം ചെയ്യുമ്പോൾ, ഇത് എന്റെ അമ്മയാണെന്ന് ഞാൻ മറന്നുപോകുമ്പോൾ ആണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. സമുദ്രവസനേ ദേവി എന്ന ശ്ലോകം തൊട്ട് ഭൂമിയെ വന്ദിച്ച് നടന്നിരുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ അമ്മയുടെ ശരീരത്തിലുള്ള രോമങ്ങളെ വെറുതെ പിഴുതെഴുയുവാനോ, നമ്മുടെ അമ്മയുടെ ശരീരത്തിൽ വെറുതെ കുഴികൾ ഉണ്ടാക്കാനോ, നമ്മുടെ അമ്മയുടെ സ്ഥലങ്ങളെ ചെത്തിമാറ്റാനോ, കുന്നുകൾ ഇടിച്ചു മാറ്റുമ്പം സ്വന്തം അമ്മയുടെ സ്വന്തം ജീവനെ നിലനിർത്തുവാൻ അനിവാര്യമായ സ്ഥന്യം തന്ന് നമ്മളെ ലാളിച്ച നമ്മുടെ അമ്മയുടെ സ്ഥലങ്ങളെ വെട്ടിമാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമായിരുന്നോ മനുഷ്യൻ? 32 അക്ഷരങ്ങൾ മാത്രമുള്ള ഈ ശ്ലോകം പഴഞ്ചനും യാഥാസ്ഥിതികവും മാമൂലുകളുമാണെന്ന് പറഞ്ഞുപേക്ഷിച്ചപ്പോൾ, ഇത് പ്രോഗ്രസീവ് അല്ല എന്ന് പറഞ്ഞുപേക്ഷിച്ചപ്പോൾ ഇവിടെ എൻവയറമെന്റൽ സയൻസിന് കയറി വരേണ്ടി വന്നു. എൻവയറമെന്റൽ സയൻസുകൾ എല്ലാ സ്കൂളുകളിലും പഠിച്ചു കഴിഞ്ഞിട്ടും ആ സ്കൂളുകളിലൂടെ എൻവയറമെന്റൽ പ്രൊട്ടക്ഷന്റെ അനിവാര്യത മനസ്സിലാക്കിയിട്ടും എന്തേ മനുഷ്യൻ പരിസ്ഥിതിയെ സംരക്ഷിക്കാത്തത്? കാരണം അതവന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല, അവന്റെ തലച്ചോറിനകത്തൂടെ കടന്നുപോകുന്നു മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഈ ഭൂമി എന്റെ അമ്മയാണെന്നുള്ള ബോധം പ്രാചീനരുണ്ടാക്കി തന്നത് നിലനിർത്തിയിരുന്നു നമ്മളെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തം നമുക്ക് അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? എൻവയറമെന്റൽ സയൻസ് ഒരു കാലത്ത് ഭാരതത്തിലുണ്ടായിരുന്നില്ല. അന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, എൻവയറമെന്റൽ സയൻസ്, ഇക്കോളജിക്കൽ സയൻസ് ഒക്കെ ഇല്ലാത്ത ഒരു ബോറൻ പഴഞ്ചൻ രാഷ്ട്രം, ദേ ഡോണ്ട് ഈവൻ ഹാവ് എൻവയറമെന്റൽ സയൻസ്. എൻവയറമെന്റൽ സയൻസ് ഇല്ലാത്തത് കൊണ്ട് ബുദ്ധിജീവികൾക്ക് വലിയ വിഷമമായിരുന്നു. ആവശ്യമില്ലായിരുന്നു സർ ഞങ്ങൾക്ക് എക്കോളജിക്കൽ സയൻസും എൻവയറമെന്റൽ സയൻസും. കാരണം ഞങ്ങൾ എന്നും ഞങ്ങളുടെ പൂർവികന്മാർ പറഞ്ഞു തന്ന 32 അക്ഷരങ്ങളോടുകൂടിയ അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ള സമുദ്രവസനേ ദേവി എന്ന ശ്ലോകം ചൊല്ലി ഞങ്ങളുടെ അമ്മയാകുന്ന ഭൂമിയെ വന്ദിച്ച് നടക്കുന്നവരായിരുന്നു. വൈയക്തികമായിട്ടുള്ളതും സാമൂഹികമായിട്ടുള്ളതുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ രാവിലെ തന്നെ മഹർഷിമാർ ഒരുമിപ്പിച്ചു തന്നു. വ്യക്തിപരമായിട്ട് എങ്ങനെ ജീവിക്കണം, സാമൂഹ്യപരമായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2 ശ്ലോകം. ഈ 2 ശ്ലോകങ്ങൾ എന്നുപേക്ഷിച്ചുവോ അന്നു തുടങ്ങി നമ്മുടെ ദുരിതങ്ങൾ. അപ്പോൾ ഈ 2 ശ്ലോകങ്ങളും അനുസരിച്ച് ഭൂമിയെ തൊട്ട് വന്ദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഭാരതീയർ ചെയ്യുന്നത്, ആദ്യം ചെയ്യുന്നത് മുഖം കഴുകുക എന്നുള്ളതാണ്. മുഖം കഴുകണം എന്ന് നിയമമൊന്നുമില്ല. മെഡിക്കൽ സയൻസ് പ്രകാരം പല്ല് തേക്കുന്നതിന് മുമ്പ് രാത്രിയിൽ പല്ല് തേച്ചിട്ടാണ് കിടക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പല്ല് തേച്ച് ആഹാരം കഴിച്ചതിന് ശേഷം പല്ല് തേച്ചാൽ മതിയെന്ന. അതുകൊണ്ട് ഇംഗ്ലീഷുകാരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ബെഡ്. എഴുന്നേൽക്കുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എഴുന്നേൽക്കുക. രാവിലെ എഴുന്നേറ്റാൽ അവർ ആദ്യം ചെയ്യുന്നത് ആഹാരം കഴിക്കുകയാണ് ചെയ്യുക. യൂറോപ്യൻ സിസ്റ്റമാണത്. അത് കഴിഞ്ഞിട്ട് പല്ല് തേച്ചാൽ മതി എന്നാണ്. മെഡിക്കൽ സയൻസോട് തന്നെയാണ് പറയണത്. ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ടാണ് പല്ല് തേക്കുന്നത്, അതിന് മുമ്പ് തേക്കണം എന്നൊന്നുമില്ല. മുഖം കഴുകണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യുക മുഖം കഴുകുക. എന്താ ഈ മുഖം കഴുകുന്നതിന്റെ പിന്നിലുള്ള പൊരുള്? കഴുത്തിന് മുകളിലാണ് ലോകത്തെക്കുറിച്ച് അറിവ് തരുന്ന 5 ഇന്ദ്രിയങ്ങളുള്ളത്. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, അവയെ വിശകലനം ചെയ്യുന്ന തലച്ചോറുള്ളത്.
തലച്ചോറും ത്വക്കും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ഭ്രൂണത്തിൽ ത്വക്കും തലച്ചോറും ഒരേ പോയിന്റിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഫീറ്റസില് പോയിന്റ് ഓഫ് ഒറിജിൻ ഓഫ് സ്കിന്നും പോയിന്റ് ഓഫ് ഒറിജിൻ ഓഫ് ബ്രെയിനും ഒന്ന് തന്നെയാണ്. ഇൻവേർട്ട് സ്കിന്നാണ് ബ്രെയിൻ, ഓവേർട്ട് ബ്രെയിൻ ആണ് സ്കിൻ. സ്കിന്നും ബ്രെയിനും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് തലച്ചോറ്, വിശകലനം ചെയ്യുന്ന തലച്ചോറ്, ത്വക്ക്, മറ്റിന്ദ്രിയങ്ങള് തലയ്ക്ക് മുകളിലാണ്. തലയ്ക്കു മുകളിലുള്ള ഇന്ദ്രിയങ്ങളെ മുഴുവൻ എല്ലാത്തിനെയും ശുദ്ധമാക്കുന്ന വെള്ളം കൊണ്ട് ശുദ്ധമാക്കുകയാണ്. വെള്ളത്തിന് ശുദ്ധീകരിക്കുവാനുള്ള ശക്തിയുണ്ട് എന്ന് ഭാരതീയര് മാത്രമല്ല ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത സംസ്കാരത്തിലുള്ളവർ അംഗീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ജൂതന്മാരുടെ നടപടി ഗ്രന്ഥമായിട്ടുള്ള ഹലാക്ക, 613 നടപടിക്രമങ്ങളാണ് ജൂതന്മാർക്കുള്ളത്. തോറ എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രന്ഥം. അവരുടെ ജീവിതചര്യകളെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് ഈ ഹലാക്ക എന്നുള്ള പുസ്തകം. 613 നടപടിക്രമങ്ങളിൽ ഒന്ന് അശുദ്ധമായതിനെ ശുദ്ധീകരിക്കാൻ മന്ത്രം ജപിച്ച ചാന്റഡ് ആയിട്ടുള്ള വെള്ളം സ്പ്രിങ്കിൾ ചെയ്താൽ മതി എന്ന് പറയുന്നു. ചാന്റഡ് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ അശുദ്ധമായത് ശുദ്ധമായിക്കൊള്ളുമെന്നുള്ളത് ഭാരതീയ സങ്കല്പം മാത്രമല്ല, ആഗോള സങ്കല്പമാണ്. വെള്ളത്തിന് ശുദ്ധീകരിക്കാൻ കഴിവുണ്ട് എന്നുള്ളത് ആഗോളപരമായിട്ട് വ്യത്യസ്ത സംസ്കാരങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ വെള്ളം കൊണ്ട് ഞാൻ എന്റെ മുഖം കഴുകുമ്പോൾ എനിക്ക് എന്റെ ലോകത്തെക്കുറിച്ച് അറിവുണ്ടാക്കിത്തരുന്ന 5 പ്രധാനപ്പെട്ട ഉപകരണങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുകയാണ്. എന്റെ കണ്ണ് ശുദ്ധമായതിനെ കാണട്ടെ, എന്റെ കാത് ശുദ്ധമായത് കേൾക്കട്ടെ, എന്റെ മൂക്ക് ശുദ്ധമായത് മണക്കട്ടെ, എന്റെ നാക്ക് ശുദ്ധമായത് രുചിക്കട്ടെ, എന്റെ ത്വക്ക് ശുദ്ധമായതിനെ സ്പർശിക്കട്ടെ, എന്റെ തലച്ചോറ് ശുദ്ധമായ രീതിയിൽ വിശകലനം ചെയ്യട്ടെ, ഞാൻ സമാധാനമുള്ളവനായി തീരട്ടെ എന്ന ആംഗ്യപ്രാർത്ഥനയാണ്. പ്രാർത്ഥനകളെല്ലാം വാക്കുകളിലൂടെ വേണമെന്നില്ല, പ്രാർത്ഥനകൾ ആംഗ്യങ്ങളിലൂടെയുമാകാം. ആംഗ്യപ്രാർത്ഥനയാണ് മുഖം കഴുകുന്നത്. മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് കുളിക്കുക എന്നുള്ളതാണ്. അഴുക്കില്ലെങ്കിലും എന്നും കുളിക്കുന്നവർ ഭാരതീയരാണ്. വിക്ടോറിയ മഹാരാജ്ഞി ജപ്പാനിലേക്ക് പോയ തന്റെ പടയാളികളെ മുഴുവൻ തിരിച്ചു വിളിച്ചതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തിരിച്ചു വിളിക്കാൻ ഇടയാക്കിയ കാര്യത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്, വിക്ടോറിയ രാജ്ഞി പറഞ്ഞു, വിക്ടോറിയ രാജ്ഞിയോട് വിദഗ്ധ സമിതി ഉപേക്ഷിച്ചു, നമ്മുടെ പടയാളികൾ പൗരസ്ത്യ നാടുകളിൽ പോയിട്ട് കുളി മുതലായ അനാചാരങ്ങൾ പഠിക്കുകയാണ് എന്ന്. കുളി മുതലായതിനെ അനാചാരമായിട്ട് കണ്ട പാശ്ചാത്യ സംസ്കാരം ശ്രേഷ്ഠമാണ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഗതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കുളിക്കുന്നത് അനാചാരമാണെന്ന് ഇതൊന്നും ഞാൻ പറഞ്ഞതല്ലേ, ഇതൊക്കെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ടാണ് കൃത്യമായി പേരും വിവരമൊക്കെ പറയണത്. ഇനി ഇയാൾ വെറുതെ വായി തോന്നിയത് വിളിച്ചു പറയുകയാണോ എന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുളി അനാചാരാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സദാചാരാണ്. എന്തിനാ കുളിക്കുന്നത്? അഴുക്കു പോകാൻ മാത്രമല്ല. ദേഹോ ദേവാലയ പ്രോക്ത ജീവോ ദേവ സദാശിവ. സദാശിവനാകുന്ന ഈശ്വരൻ കുടികൊള്ളുന്ന ക്ഷേത്രമാണ് എന്റെ ശരീരം. എന്റെ ഈശ്വരൻ കുടികൊള്ളുന്ന ക്ഷേത്രമാകുന്ന ശരീരത്തെ വൃത്തിയാക്കി വെക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ എന്റെ ശരീരത്തെ എന്നും കുളിപ്പിക്കുന്നു. കുളിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ കുറിക്കൂട്ടുകൾ കൊണ്ട് അലങ്കരിക്കുന്നു. കാരണം ഇത് ഈശ്വരന്റെ ആവാസസ്ഥലമാണ്. അങ്ങനെ ഈശ്വരന്റെ ആവാസസ്ഥലമായ ശരീരത്തെ അലങ്കരിച്ചു കഴിഞ്ഞാൽ പൂജാമുറിയിലേക്ക് കയറുകയായി. പൂജാമുറിയിൽ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ്. രാവിലത്തെ സന്ധ്യയ്ക്കും വൈകുന്നേരത്തെ സന്ധ്യയ്ക്കും ആണ്. ഉഷസന്ധ്യയ്ക്കും, അതായത് പ്രാതസന്ധ്യയ്ക്കും സായം സന്ധ്യയ്ക്കും. സന്ധ്യകൾ രണ്ടാണുള്ളത്. ഈ 2 സന്ധ്യകളിലുമാണ് വിളക്ക് കൊളുത്താറുള്ളത്. വിളക്ക് കൊളുത്തുന്നത് ഇന്നൊരു വലിയ ഇഷ്യൂ ആണ്. വിളക്ക് കൊളുത്തുന്നത് ഇപ്പം വലിയൊരു ചർച്ചാ വിഷയമാണ്. എന്തൊക്കെ ഉപയോഗിച്ച വിളക്ക് കൊളുത്തുന്നതിനെ പറ്റി തന്നെയായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ കുറച്ച് കുറവാണ് ആൾക്കാരുടെ ഇടയിൽ. ഇടക്കാലത്ത് ഏത് ആധ്യാത്മിക വേദിയിൽ പോയാലും ഒരു ചോദ്യം ഉണ്ടാവും, എങ്ങനെയാ വിളക്ക് കൊളുത്തുക എന്ന്. വലിയ പ്രശ്നം. അച്ഛനപ്പൂപ്പന്മാർ പഠിപ്പിച്ചു തന്ന പോലെയൊന്നും അല്ല ഇപ്പം വിളക്ക് കൊളുത്താറ്. ഇപ്പം വിളക്ക് കൊളുത്തുന്നത് ഡൗസിംഗ് റോഡുകാർ തീരുമാനിച്ചിട്ടാ. ഡൗസിംഗ് റോഡുകാർ 2 കമ്പിയും കൊണ്ട് നമ്മുടെ വീട്ടിൽ വരും. എന്നിട്ട് വിളക്കിന് തിരിയിടുന്ന സമയത്ത് അവരുടെ കമ്പി ക്രോസ് ചെയ്താൽ അത് നെഗറ്റീവ് പോരാ.
അവരുടെ കമ്പി ഡൈവേർട്ട് ചെയ്യുന്നതിന്റെ ആംഗിളിന്റെ കൂടുതൽ അനുസരിച്ചിട്ടാണ് പോസിറ്റിവിറ്റി വരുന്ന അത്രേ. എന്നിട്ട് അച്ഛനപ്പൂപ്പന്മാർ പറഞ്ഞ രീതികളൊക്കെ ഇപ്പം മാറ്റി കമ്പി പറയുന്ന രീതിയിലായപ്പം വീട്ടിൽ വിളക്കിന് തിരിയിടുന്നത്. അതുകൊണ്ട് വീട്ടിന് വിളക്കിന് തിരിയിടുന്നതൊന്നും ചിന്തിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് എന്തിനാ? വിളക്ക് കത്തിക്കുന്നത് എന്തിനാ? ഇരുട്ടു പോകാനാണ്. ഇരുട്ടു പോകാനായിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗത്ത് വിളക്ക് കത്തിച്ചാൽ ആ വിളക്കിന്റെ നിഴലുണ്ടാകും. ആ നിഴലും കൂടി ഇല്ലാണ്ടാവാൻ എന്ത് ചെയ്യണം? ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഒരു തിരിയും കൂടി ഇടണം. 2 തിരി ഇട്ടാലും നിറതിരികൾ ഇട്ട് കത്തിച്ചാലും വിളക്കിന്റെ ചുവട്ടിൽ എപ്പോഴും ഇരുട്ടുണ്ടാകും. വെളിച്ചം ഇരുട്ടിനോടുകൂടിയും ഇരുട്ട് വെളിച്ചത്തോടുകൂടിയുമല്ലാതെ ഒരിക്കലും ഉണ്ടാവുകയില്ല. അതായത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു സാധനം മാത്രം ഉണ്ടാവില്ല, നെഗറ്റിവിറ്റി ഉണ്ടാവും. അബ്സല്യൂട്ട് നോർത്ത് പോൾ ഒരു സങ്കല്പം മാത്രമാണ്. നോർത്ത് പോൾ ഉണ്ടെങ്കിൽ സൗത്ത് പോളും ഉണ്ടാവും. അബ്സല്യൂട്ട് നോർത്ത് പോൾ ഒരു കൽപ്പന മാത്രമാണ്. അതേപോലെ അബ്സല്യൂട്ട് പോസിറ്റിവിറ്റി ഒരു സങ്കല്പം മാത്രമാണ്, ഉണ്ടാവില്ല. പോസിറ്റിവിറ്റി പോസിറ്റീവായിട്ട് നിലനിൽക്കണമെങ്കിൽ നെഗറ്റിവിറ്റി വേണം. അതുകൊണ്ട് നെഗറ്റീവിനെ ഒഴിവാക്കി പോസിറ്റീവായതിനെ മാത്രം സ്വീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല. കിട്ടുമ്പോൾ മറ്റതും കിട്ടും. സുഖവും ദുഃഖവും ഒക്കെ സമ്മിശ്രമായിട്ടേ ഉണ്ടാവൂ. അപ്പോൾ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് വിളക്കിന് തിരിയിടണം. എത്ര തിരിയിടണം? 2 തിരി മിനിമം ഇടണം. പാരമ്പര്യമനുസരിച്ച് 2 തിരിയും കൂടി ചേർത്ത് ഒരു തിരിയിട്ടാലും മതി. പക്ഷെ എന്നാലും ശാസ്ത്രം പറയുന്നത് ഒരു തിരി അപ്പുറത്തോട്ടും മറ്റേ തിരി ഇപ്പുറത്തോട്ടും, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് 2 തിരി. ബാക്കി എത്ര തിരി ഇടണമെന്ന് നിങ്ങളുടെ ഇഷ്ടം. എത്ര തിരിയിട്ടാലും തിരിയുടെ എണ്ണം നോക്കി അനുഗ്രഹിക്കുന്ന ഒരാളല്ല ഈശ്വരൻ. ഈശ്വരൻ കണക്കെഴുത്തുകാരനല്ല. ഗിരീഷ് കുമാർ ദിവസവും 5 തിരിയിട്ട് വിളക്ക് കത്തിക്കും. രമേഷ് കുമാർ ദിവസവും 3 തിരിയിട്ടേ വിളക്ക് കത്തിക്കുള്ളൂ. അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ അനുഗ്രഹം ഗിരീഷ് കുമാറിന്റെ വീട്ടിൽ പോകട്ടെ എന്ന് പറയുന്നവനാണ് ഈശ്വരനെങ്കിൽ ആ ഈശ്വരൻ ആരാധ്യനല്ല. ആ ഈശ്വരൻ വേർത്തി ഓഫ് വേർഷിപ്പ് അല്ല, കണക്കെഴുത്തുകാരൻ മാത്രമാണ്. മനുഷ്യൻ ചെയ്യുന്ന പണിയാണിത്. അതുകൊണ്ട് ഈശ്വരൻ അങ്ങനെയല്ല. നിങ്ങൾ ഇടുന്ന തിരിയുടെ എണ്ണം നോക്കി, നിങ്ങൾ ഒഴിക്കുന്ന എണ്ണയുടെ വില നോക്കി അനുഗ്രഹിക്കുന്നവനാണ് ഈശ്വരൻ എങ്കിൽ ആ ഈശ്വരൻ എത്ര നിസ്സാരൻ. ആ ഈശ്വരനെ ആരാധിക്കാനാണോ ഇത്രയൊക്കെ പാടുപെടുന്നത്? അതുകൊണ്ട് ഈശ്വരൻ ഇതിലൊന്നും കയ്യില്ല. നിങ്ങൾ എത്ര തിരിയിട്ടാലും കൊള്ളാം, തിരിയിട്ടില്ലെങ്കിലും കൊള്ളാം, ഏതെണ്ണ ഒഴിച്ചാലും കൊള്ളാം, ഒഴിച്ചില്ലെങ്കിലും കൊള്ളാം, അദ്ദേഹം ഇതിനൊന്നും വശംവദനല്ല. പിന്നെ എന്തിനാ ഇത് ചെയ്യുന്നത്? നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ് അതിലൂടെ പ്രകടമാകുന്നത്. നമ്മുടെ ശക്തിക്കനുസരിച്ച വിലയുള്ള ഒരു എണ്ണ, അത് എണ്ണയാവാം, വെളിച്ചെണ്ണയാവാം, നെയ്യാകാം, ഒലീവ് ഓയിലാകാം. പക്ഷെ അവനവന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന എണ്ണ ഉപയോഗിക്കണം. വീട്ടില് ഡബിൾ റിഫൈൻഡ് ഓയിൽ, വിളക്കിനൊഴിക്കാൻ നാറുന്ന വിളക്കെണ്ണ പല വീടുകളിലുള്ളതാ. മൂപ്പർക്ക് അത് മതിന്നേ. വീട്ടിലേക്ക് സ്പെഷ്യൽ എഴുതി വാങ്ങിക്കും, പൂജാമുറിയിലേക്ക് വിളക്കെണ്ണ. അത് തൊട്ട ഫെവിക്കോളിനേക്കാൾ ഉറപ്പതിന്. ആന വന്നാലും അത് പോവുകയല്ല. നാറിയിട്ടാണെങ്കിൽ വയ്യ, അത് ഭഗവാന്. വീട്ടിലോ ഡബിൾ റിഫൈൻഡ് ഓയിൽ, ഗുണമുണ്ടാവില്ല. ഏതൊന്നാണോ വീട്ടിൽ ഉപയോഗിക്കുന്നത് അത് തന്നെ വേണം പൂജാമുറിയിലും കത്തിക്കാൻ. തത്തുല്യമായത് എന്ന് പറഞ്ഞാൽ ഡബിൾ റിഫൈൻഡ് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഡബിൾ റിഫൈൻഡ് ഓയിൽ കൊണ്ട് വിളക്ക് കത്തിക്കണം എന്നല്ല. തുല്യമായത് എണ്ണയോ നല്ല വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിക്കാം. നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച്, നമ്മുടെ ശക്തിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ ഈശ്വരന് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടുള്ള വിലയുള്ള എണ്ണ മിനിമം 2 തിരിയിട്ട് കത്തിക്കണം. അത് രാവിലത്തെ സന്ധ്യയ്ക്കും വൈകുന്നേരത്തെ സന്ധ്യയ്ക്കുമാണ് കത്തിക്കാറ്. എന്താ കാര്യം? രാവിലത്തെ സന്ധ്യ എന്ന് പറയുന്നത് ഇരുട്ട് വെളിച്ചത്തിന് വഴിമാറി കൊടുക്കുന്ന സമയമാണ്. വൈകുന്നേരത്തെ സന്ധ്യ എന്ന് പറയുന്നത് വെളിച്ചം ഇരുട്ടിന് വഴിമാറി കൊടുക്കുന്നതാണ്. വെളിച്ചം ഇരുട്ടിനും ഇരുട്ട് വെളിച്ചത്തിനും വഴിമാറി കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ അറിഞ്ഞു ശീലിച്ചതിൽ നിന്ന് അറിയാത്തതിലേക്ക് യാത്ര തിരിക്കുമ്പോൾ, പഴകിയ ഇരുട്ടിൽ നിന്ന് പുതിയ വെളിച്ചത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ, പഴകിയ വെളിച്ചത്തിൽ നിന്ന് പുതിയ ഇരുട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ, അറിഞ്ഞതിൽ നിന്ന് അറിയാത്തതിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യനുണ്ടാകുന്ന വേവലാതികളില്ലാതാക്കാൻ ഒരു നുറുങ്ങുവെട്ടം കൂട്ടിനുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് വിളക്ക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പരിചരിച്ചതിൽ നിന്ന്, നോണായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അൺനോണായിട്ടുള്ള
സാഹചര്യങ്ങളിലേക്ക് ചേക്കേറേണ്ടി വരുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ആവലാതിക്കൊരു പരിഹാരമായിട്ട് ഒരു നുറുങ്ങുവെട്ടം കൂട്ടിനുണ്ടാകട്ടെ എന്ന കൽപ്പനയിൽ നിന്നാണ് ഈ വിളക്ക് കത്തിക്കുന്നത് ഉണ്ടാകുന്നത്. അങ്ങനെ വിളക്ക് കത്തിച്ച് 2 തിരിയിട്ട് വിളക്ക് കത്തിച്ച് 2 നേരം വിളക്ക് കത്തിച്ചതിന് ശേഷം, അതുകൊണ്ട് വിളക്ക് കത്തിക്കുന്നത് പണ്ട് മുതലേ നമ്മുടെ വീടുകളിലൊക്കെ പതിവുള്ളതാണ്. വിളക്ക് കത്തിക്കുക എന്നുള്ളതിന്റെ പിന്നിൽ ഈ ഒരു സങ്കല്പമാണുള്ളത്. വെളിച്ചം, ഗുരു എന്നുള്ള വാക്കിന് വെളിച്ചം എന്നാണ് അർത്ഥം. അന്ധകാരത്തെ ഇല്ലാണ്ടാക്കുന്നവനാണ് ഗുരു. ഗുരു വെളിച്ചമാണ്. എന്റെ ജീവിതത്തിലെ സന്ദിഗ്ധ ഘട്ടങ്ങളിലെല്ലാം ഗുരുസ്വരൂപിയായ പ്രകാശം എനിക്ക് കൂട്ടുണ്ടാകട്ടെ. എന്റെ ഇരുണ്ട ഇടനാഴികളിലൂടെ, എന്റെ ജീവിതത്തിന്റെ ഇരുണ്ട ഇടനാഴികളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് തിരിച്ചറിയാതെ ഞാൻ നിന്നുടറുമ്പോൾ എനിക്ക് വഴികാട്ടിയായിട്ട് ഒരു വെളിച്ചമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് വിളക്ക് കത്തിക്കുന്നതിലൂടെയുള്ളത്. അത് ഉദാത്തമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. വിളക്ക് കത്തിച്ച് നമ്മുടെ ഇഷ്ടദേവതയെ ഒന്ന് സ്മരിച്ച്, ഇപ്പോൾ അതും ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ വീടുകളിലെ പൂജാമുറിയിലെ ചുമരുകൾ മുഴുവനും ദൈവങ്ങൾ നിറഞ്ഞിരിക്കുക. ഓരോ പുതിയ ഫോട്ടോ കിട്ടുമ്പോഴും വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് വിഷമിക്കുകയാണ് ഈശ്വരവിശ്വാസികൾ. കർപ്പൂരം കത്തിക്കുമ്പം അങ്ങേയറ്റത്ത് ദൈവത്തിനും വെളിച്ചം കിട്ടിയോ എന്നുള്ള സംശയം നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഓരോന്നിനും കർപ്പൂരം കാണിച്ച് എത്ര നേരാന്നറിയോ ഈ കർപ്പൂരം കാണിക്കുന്നത്? വലത്തേ അറ്റത്തിരിക്കുന്ന ദേവനം കിട്ടണം, ഇടത്തേ അറ്റത്തിരിക്കുന്ന ദേവനം കിട്ടണം, താഴെ വെച്ചിരിക്കുന്നവർക്കും കിട്ടണം. മുഴുവൻ മുറിയിലും ദൈവങ്ങളാണ്. എന്താണെന്നൊരു നിശ്ചയവും ഇല്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസികകളിലൂടെയാണ് ആധ്യാത്മികതയെ പരിചയപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് മാസികകൾ പറയുന്ന ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്നത് ശീലമാക്കിയതുകൊണ്ട്, ശീലങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് വീട്ടിൽ വെച്ചതിന് എല്ലാം വെച്ചിരിക്കുക. എന്നിട്ടോ ഈ ദൈവങ്ങളെല്ലാം കൂടെ വീട്ടിലിരുന്നിട്ട് സമാധാനമാണോ തരുന്നത്? അല്ല. വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയാണ് ഇപ്പം നമ്മുടെ പൂജാമുറി. അവിടെ സർവ്വദേവീ ദേവന്മാരുണ്ട്, എന്നാൽ സമാധാനമില്ല. ദൈവമുള്ളിടത്ത് സമാധാനം ഉണ്ടാവണം എന്നാ പറയണേ. ദൈവമുള്ളിടത്ത് ഐശ്വര്യം ഉണ്ടാകണം എന്നാ പറയണത്. അതൊന്നും കാണാനില്ല. അപ്പോൾ അത്രയധികം ഫോട്ടോകളൊന്നും വേണ്ട. നമ്മുടെ ഇഷ്ടദേവത, കുലദേവത, പരദേവത, ഗ്രാമദേവത, ദേശദേവത, ഇതിലേതെങ്കിലുമൊക്കെ 1 2 ന്റെയൊക്കെ ഫോട്ടോ വെച്ചാൽ മതി. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതിൽ ആ ഇഷ്ടദേവതയുടെ ഫോട്ടോയുടെ മുമ്പിൽ ഈ വിളക്ക് കത്തിച്ച് അവിടെ നല്ല സ്ഥലത്ത് ഒരു പീഠമിട്ട് ഇരുന്ന് ആ ഇരിക്കേണ്ട രീതികളൊക്കെ വിസ്തരിച്ച് ഭഗവത്ഗീതയിലെ ധ്യാനയോഗം ഉപയോഗിച്ച് ഞാൻ വിശദീകരിക്കാം നാളെയോ മറ്റന്നാളോ. അങ്ങനെ ഇരുന്ന് ഇഷ്ടദേവതയുടെ നാമം കുറച്ചു നേരം ജപിക്കുക രാവിലെ. അത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നമ്മൾ ആ ഇഷ്ടദേവതയുടെ മുമ്പിൽ നമസ്കരിക്കുകയാണ്. നമസ്കരിക്കുന്നതിന്റെ പിന്നിലൊരു പൊരുളുണ്ട്. നമ്മളേറ്റവും വിലപ്പെട്ടതായി കരുതുന്നത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് വേറെ എന്തും. നമ്മളെ ഏറ്റവും അധികം ഐഡന്റിഫൈ ചെയ്യുന്നതും നമ്മുടെ ശരീരത്തെ തന്നെയാണ്. ഈ ഏറ്റവും വിലയുള്ള ശരീരത്തെ, ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് കരുതുന്ന എന്റെ ശരീരത്തെ നിസ്സാരമായ ഒരു വസ്തുവിനെ പോലെ ഞാൻ ഈശ്വരന്റെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നതാണ് നമസ്കാരം. അങ്ങനെ ഞാൻ എന്നെ ഏറ്റവും നിസ്സാരനായി കണ്ടുകൊണ്ട് ഏറ്റവും പ്രധാനനായ ഈശ്വരന്റെ പാദപത്മങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നതാണ് നമസ്കാരം. അങ്ങനെ നമസ്കരിക്കുമ്പോൾ ഞാൻ ഈശ്വരന്റെ കാലിന്റെ മുമ്പിലാണ് കിടക്കുന്നത്. എന്റെ തലയ്ക്കപ്പുറം ഇരിക്കുന്ന ഈശ്വരന്റെ പാദങ്ങൾ ഉപയോഗിച്ച് ഈശ്വരന് മുന്നോട്ട് പോകണമെങ്കിൽ എന്തു വേണം? അടുത്ത അടി ഈശ്വരൻ എടുത്തു വയ്ക്കുന്നത് എന്റെ ശിരസ്സിലേക്കായിരിക്കും. എന്റെ ശിരസ്സിലേക്ക് ഈശ്വര പാദങ്ങൾ പതിയുവാൻ, ഈ ശിരസിൽ ഈശ്വര പാദങ്ങൾ പതിഞ്ഞാൽ എന്താ ഗുണം? ബ്രഹ്മാവിനു പോലും മാറ്റുവാൻ പറ്റാത്തതായിട്ടുള്ള ബ്രഹ്മലിഖിതമായ തലയിലെഴുത്ത് ഈശ്വര പാദപത്മങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടികൾ ഇല്ലാതെയാക്കും. എന്റെ തലയിലെഴുത്ത് മാറും. എന്റെ തലയിലെഴുത്ത് മാറാനാണ് ഞാൻ നമസ്കരിക്കുന്നത്. അങ്ങനെ ഏറ്റവും അമൂല്യമായ, എന്റെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായ എന്റെ ശരീരം, അതിനെ ഞാൻ തൃണം പോലെ, പുല്ല് പോലെ കരുതി എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന സങ്കല്പമായ ഈശ്വരന്റെ പാദപത്മങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്.
ആ സമർപ്പണത്തിലൂടെ ഈശ്വര പാദപത്മങ്ങൾ എന്റെ ശിരസ്സിലേക്കും മനസ്സിലേക്കും കടന്നു വരും. എന്റെ ജീവിതം ധന്യമാകും. അതുകൊണ്ട് നമസ്കാരം സമർപ്പണമാകാം. ഇതെല്ലാം അവനവന്റെ കഴിവിനൊത്തവണ്ണം ചെയ്യണം. വിളക്കിലെ എണ്ണ അവനവന്റെ ശക്തിക്കൊത്തവണ്ണമായിരിക്കണം. വിളക്കിലെ തിരികളുടെ എണ്ണം അവനവന്റെ ശക്തിക്കൊത്തവണ്ണമായിരിക്കണം. ഭഗവാന്റെ നാമം ചൊല്ലുന്നത് അവനവന്റെ ശക്തിക്കൊത്തവണ്ണമായിരിക്കണം. നമസ്കരിക്കുന്നത് എത്ര നമസ്കരിക്കണം? അവനവന്റെ ശക്തിക്കൊത്തവണ്ണമായിരിക്കണം. എല്ലാം യഥാശക്തി വേണം ചെയ്യാൻ. എന്ത് ഈശ്വരോന്മുഖമായിട്ടുള്ളത് എന്ത് ചെയ്യുമ്പോഴും യഥാശക്തി വേണം ചെയ്യുന്നത്. യഥാശക്തി ഈശ്വരോന്മുഖമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് വഴിപാട്. വഴിപാട് എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അമ്മ ഉടുത്തൊരുങ്ങി അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുക. അപ്പം മകള് ചോദിച്ചു, അമ്മ എങ്ങോട്ടാ? ഞാൻ അമ്പലത്തിൽ പോവാ. എന്തിനാ? നിനക്ക് പരീക്ഷയൊക്കെ അല്ലേ വരുന്നത്, വഴിപാട് കഴിക്കാൻ. അങ്ങനെ അമ്മ വഴിപാടൊക്കെ കഴിച്ച് രാത്രി വീട്ടിൽ തിരിച്ചെത്തിയപ്പം മകള് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്നത് പോലെ ഇരുന്ന് പഠിക്കുക, അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അമ്മ എന്താ ചോദിക്കുക? എന്തിനാടി ഇങ്ങനെ വഴിപാട് കഴിക്കുന്നത് പോലെ പഠിക്കുന്നത്? അമ്മ ഇപ്പൊ എന്ത് ചെയ്യാൻ അമ്പലത്തിൽ പോയത്? വഴിപാട് ചെയ്യാൻ. തിരിച്ചു വന്നിട്ട് അമ്മ മോളോട് ചോദിക്കുന്ന ചോദ്യം എന്താ? എന്തിനാ ഇങ്ങനെ വഴിപാട് ചെയ്യുന്നത് പോലെ ചെയ്യുന്നത്? അപ്പൊ വഴിപാട് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇപ്പം നമ്മുടെ ഇടയിൽ എങ്ങനെയാ? ശ്രദ്ധയില്ലാതെ ചെയ്യുന്നത്. വല്ല കാര്യമുണ്ടോ വഴിപാട് ചെയ്തിട്ടപ്പം? വഴിപാടൊക്കെ ചെയ്തിട്ടും ഫലം കിട്ടാത്തത് അതുകൊണ്ടാ, ശ്രദ്ധയില്ലാതെയാണ് ചെയ്യണത്. വഴിപാട് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? വഴി പോലെ പാടുപെട്ടുണ്ടാക്കിയത് ഈശ്വരോന്മുഖമായിട്ട് സമർപ്പിക്കുന്നത്, സമർപ്പണമാണത്. വഴി പോലെ പാടുപെട്ടുണ്ടാക്കിയത്. വഴി പോലെ പാടുപെട്ടുണ്ടാക്കിയത് ഈശ്വരന് കൊടുത്താൽ ഇപ്പൊ എന്താ ഗുണം? എന്ത് ചെയ്യുമ്പോഴും അതിന്റെ പ്രയോജനം ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യുള്ളൂ. ഇത് മനുഷ്യ സ്വഭാവമാണ്, അതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ട് അന്വേഷിക്കാം. ഈശ്വരനെ മഹർഷീശ്വരന്മാര് കാണുന്നത് ജാജ്വല്യമാനനായിട്ടാണ്, അഗ്നിസ്വരൂപനായിട്ടാണ്. അത് പൂജ ചെയ്യുന്ന സമയത്തൊക്കെ നിവേദ്യം കൊടുക്കുമ്പം നിവേദ്യത്തിന് ഉപയോഗിക്കുന്ന മന്ത്രം ഹോമത്തിന് ഉപയോഗിക്കുന്ന മന്ത്രമാണ്. സ്വാഹ എന്ന ശബ്ദത്തോടു കൂടിയിട്ടാണ് നിവേദിക്കുക. സ്വാഹ എന്നുള്ള ശബ്ദം ഹോമത്തിന് ഉപയോഗിക്കുന്നതാണ്. ഹോമിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അഗ്നിയിങ്കിലേക്ക് സമർപ്പിക്കപ്പെടുന്നതെല്ലാം അഗ്നിയായിത്തീരും. അഗ്നിയിങ്കിലേക്ക് സമർപ്പിക്കപ്പെടുന്ന വിവിധങ്ങളായ സമിത്തുക്കളെല്ലാം അഗ്നിയായിത്തീരുന്നതുപോലെ ജാജ്വല്യമാനനായ ഈശ്വരന് സമർപ്പിക്കുന്നതെല്ലാം ഈശ്വരനായിത്തീരും. എന്ത് സംഭവിക്കും? നമ്മൾ പ്രയത്നിച്ചുണ്ടാക്കുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ എന്ന ബോധം. നമ്മൾ ഓരോരുത്തരും അഭിമാന പുരസരം ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും കാലത്തെ പ്രയത്നത്തിന്റെ ഫലമാണ്. നേടിയതും നഷ്ടപ്പെടുത്തതും കിട്ടിയതും കിട്ടാതെ പോയതും ആശനിരാശകള്, സുഖദുഃഖങ്ങള്, മോഹങ്ങളും മോഹഭംഗങ്ങളും ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഐ കോൺഷ്യസ്നസ് ഇപ്പോഴുള്ളത്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഐ കോൺഷ്യസ്നസ്, അഹംബോധം, ഞാൻ എന്നുള്ളത് ഇത്രയും കാലത്ത് നമ്മുടെ പ്രയത്നത്തിലൂടെ ഉണ്ടായതാണ്. പ്രയത്നത്തിലൂടെ ഉണ്ടായതിന്റെ ഒരു ഭാഗം ഈശ്വരാർപ്പണമായി ഞാൻ കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ എന്റെ ഒരു ഭാഗമാണ് ഞാൻ ഈശ്വരന് കൊടുക്കുന്നത്. അഗ്നിയിങ്കിലേക്ക് സമർപ്പിക്കപ്പെടുന്നതെല്ലാം അഗ്നിയായി തീരുന്നത് പോലെ എന്റെ ഒരു ഭാഗം ഈശ്വരനായി തീരും. എന്റെ ഒരു ഭാഗം ഈശ്വരനായി തീരുമ്പോൾ ഞാൻ ആരായി തീർന്നു? ഐശ്വര്യമുള്ളവനായി തീർന്നു. ഐശ്വര്യമുള്ളവനായി തീരാൻ ചെയ്യുന്നതാണ് വഴി പോലെ പാടുപെട്ടുണ്ടാക്കിയതിന്റെ ഭാഗം കൊടുക്കൽ. ശരീരമാകുന്ന ഈ വസ്ത്രം മാറി അടുത്ത ജന്മത്തിൽ മറ്റൊരു വസ്ത്രം ധരിച്ച് ഈശ്വരന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈശ്വരൻ അദ്ദേഹത്തിന്റെ പരിവാര ദേവതകളോട് പറയും, അതാ വരുന്നു എന്റെ ഒരു ഭാഗം. ഈശ്വരന്റെ ഒരു ഭാഗം നമ്മളായി തീരാൻ, നമ്മുടെ ഒരു ഭാഗം ഈശ്വരനായി തീരാൻ ചെയ്യേണ്ടതാണ് വഴി പോലെ പാടുപെട്ടുണ്ടാക്കിയതിന്റെ ഒരു സമർപ്പണം. അതാണ് വഴിപാട്. അതെത്ര കൊടുക്കണം? യഥാശക്തി കൊടുക്കണം. അപ്പൊ നമുക്ക് അമ്പലത്തിലെ ഒരു ഉദാഹരണം എടുക്കാം. ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ ഏറ്റവും പറ്റിയ ഉദാഹരണമാണ് അമ്പലം. അമ്പലത്തിലെ ഉത്സവമാണ്. ഉത്സവത്തിനൊരു കമ്മിറ്റി ഉണ്ടാവും. കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റും സെക്രട്ടറി ഉണ്ടാവും. പ്രസിഡന്റും സെക്രട്ടറിയുടെയും
പണി എന്താ? പിരിവ്. പിരിവ് നടത്തിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലൊന്നും ഉത്സവം കൊണ്ടാടാൻ പറ്റില്ല. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ ഞായറാഴ്ച വൈകുന്നേരം വരെ പ്രസിഡന്റും സെക്രട്ടറിയും പിരിക്കുക പതിവ്. അങ്ങനെ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നമ്മുടെ വീട്ടിലേക്ക് ദൂരേന്ന് പ്രസിഡന്റും സെക്രട്ടറി ഇങ്ങനെ നടന്നു വരിക. അപ്പൊ വീട്ടുകാരിയോട് പറയും, എടീ ദേ വരുന്നു പിരിവുകാര്, കൊടുത്ത് ഞാൻ മടുത്തു, നീ ഒരു കാര്യം ചെയ്യും, ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക്. അപ്പൊ ഭാര്യ വലിയ തറവാട്ടിലെ അംഗമാ, വലിയ പ്രഗത്ഭന്മാരാ തറവാട്ടിൽ ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യ പറയും, മനുഷ്യ നിങ്ങളുടെ തറവാട് പോലൊന്നുമല്ല എന്റെ തറവാട്, ഞാൻ വലിയ തറവാട്ടിൽ ജനിച്ചതാ, കള്ളം പറയാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ സ്ത്രീ സത്യം പറയുമെന്ന്. അവരെന്താ പറയാനെന്നറിയോ? അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും മനുഷ്യ, പുറകിലെ വാതിലിലൂടെ അങ്ങ് പോക്കോ, ഞാൻ കള്ളം പറയുകയില്ല, നിങ്ങളിവിടെ ഉണ്ടാവണമെന്ന് എനിക്കില്ല, പക്ഷെ നിങ്ങളിവിടെ ഉണ്ടായിട്ട് നിങ്ങളിവിടെ ഇല്ല എന്ന് ഞാൻ പറയുകയില്ല, ഞാൻ വലിയ തറവാട്ടിൽ പറഞ്ഞതാണേ, അതുകൊണ്ട് പുറകെ കൂടെ പൊക്കോളാൻ. പ്രസിഡന്റും സെക്രട്ടറിയും അപ്പൊ എന്തായിരിക്കും പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രസിഡന്റ് സെക്രട്ടറിയോട് പറയും, വീട്ടുകാരൻ ഇപ്പൊ പുറകിലെ വാതിലിലൂടെ ഇറങ്ങും, നിങ്ങൾ പുറകിലോട്ട് പൊക്കോ, ഞാൻ മുമ്പിൽ കൂടെ വന്നോളാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ അമ്പലത്തിന്റെ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയപ്പോ ഭഗവാന്റെ അനുഗ്രഹം കാരണം ഇവർക്ക് ടെലിപ്പത്തിക് നോളജ് ഒക്കെ ഉണ്ടായതാണോ, ക്ലാരിവോയൻസ്, ക്ലാരോഡിയൻസ് എന്നൊക്കെ പറയുന്ന അതീന്ദ്രിയ സിദ്ധികൾ ഉണ്ടായതാണോ എന്ന് നമുക്ക് തോന്നും. അല്ല, അമ്പല പ്രസിഡന്റും സെക്രട്ടറിയും ആകുന്നതിന് മുമ്പ് ഇവരും ഇതുപോലൊക്കെ ചെയ്തതാണേ. അപ്പൊ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം എല്ലാവരും എങ്ങനെയാ പെരുമാറുന്നത് എന്ന്. അപ്പൊ സെക്രട്ടറി പുറകിലെ വാതിലൂടെയും പ്രസിഡന്റ് മുമ്പിലൂടെയും വരുമ്പോൾ നമ്മുടെ വീട്ടുകാരൻ ട്രാപ്ഡ് ആവും. സ്വിച്ച് ഇട്ടാൽ കത്തുന്ന ബൾബ് പോലെ മുഖം അങ്ങോട്ട് മാറുമാ. പ്രസിഡന്റ് സെക്രട്ടറിക്കോ ഉത്സവമൊക്കെ അല്ലേ, പിരിവൊന്നും വേണ്ടേ, പുറകിലെ വാതിലൂടെ ഇറങ്ങിയിട്ട് ചോദിക്കുകയാണേ. ഇതെല്ലാവരും ചോദിച്ചതായതുകൊണ്ട് കഥയെ ചോദ്യമില്ല. അപ്പൊ സെക്രട്ടറി പറയും, 1000 രൂപ എഴുതട്ടെ. അപ്പൊ വീട്ടുകാരൻ 1000 രൂപയൊക്കെ കൊടുക്കുന്നതിലും നല്ലത് എന്നെ അങ്ങ് എടുക്കുന്നതാണേ എന്നാണ് നമ്മുടെ ചിന്ത. കൊടുക്കുന്നതിലും നല്ലത് എടുക്കുന്നതാണേ എന്ന് ചിന്തിക്കുന്നവരാൽ ഇലക്ട് ചെയ്യപ്പെട്ട സർക്കാരിനോട് എന്തെങ്കിലും ഒന്ന് വേണേന്ന് ചോദിച്ചാൽ തരാതിരിക്കാൻ അവർ കാരണം കണ്ടുപിടിക്കും. എന്നിട്ട് ആ സർക്കാരിന് മുഴുവൻ കുറ്റം. യഥാ രാജാ തഥാ പ്രജ, യഥാ പ്രജ തഥാ രാജ. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ കൊടുക്കാൻ മടിക്കുന്നവർക്ക് തരാൻ മടിക്കുന്ന സർക്കാർ. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തു പറയും വീട്ടുകാരൻ? 1000 രൂപയൊക്കെ കൊടുക്കേ വീട്ടുകാരൻ ഹോസ്പിറ്റലുകളെ ചീത്ത വിളിക്കാൻ തുടങ്ങും. അമ്മയെ ഹോസ്പിറ്റലിൽ ഒന്ന് കയറ്റി ഇറക്കി ഈ പാവം കഴിഞ്ഞ ആഴ്ച. ഹോസ്പിറ്റലുകളിൽ എന്തോ ഒരു അറവ, ഒരാവശ്യവും ഇല്ലെങ്കിലും സ്കാൻ ചെയ്യലും അതും ഇതും ഒരു അരമണിക്കൂർ ഹോസ്പിറ്റലുകൾക്കിട്ട് ചീത്ത സശ്രദ്ധം കേൾക്കുകയാണെന്ന നാട്യത്തിൽ പ്രസിഡന്റും സെക്രട്ടറിയും അവരുടെ ചിന്ത എന്തായിരിക്കും എന്നറിയോ? ഇന്നിനി എത്ര വീടുകൾ ഇക്കണക്കിന് പോയാൽ കവർ ചെയ്യാൻ സാധിക്കും എന്നാണ്. കാരണം ഇത് എല്ലാ വീട്ടിലും കേൾക്കുന്നതല്ലേ. അത് കഴിയുമ്പം പ്രസിഡന്റ് തുകയൊന്ന് റെഡ്യൂസ് ചെയ്യും, 750 എഴുതട്ടെ. അപ്പൊ സ്കൂളുകൾക്കിട്ടായി താങ്ങ്. എന്താ എല്ലാ ആഴ്ചയും മക്കൾ വരുമ്പം ഓരോ ഡൊണേഷൻ റെസീറ്റ് കൊണ്ടാ വരിക, എവിടുന്നാ ഇതിനൊക്കെ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് 4 ചീത്ത. അങ്ങനെ 1000 രൂപ കൊടുക്കാൻ ശക്തിയുള്ള നമ്മുടെ വീട്ടുകാരൻ 500 രൂപ കൊടുക്കും. ദൈവം എന്താ ചെയ്യാന്ന് നമുക്ക് നോക്കാം. ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് ബിംബം എന്നാണ്. കല്ലെന്ന് അതിനെ ആരും വിളിക്കാറില്ല. അല്ലയോ കല്ലേന്ന് അതിനോട് ആരും പ്രാർത്ഥിക്കാറില്ല. അതിനെ 2 പദങ്ങളെ കൊണ്ടാണ് നമ്മൾ വിളിക്കുക, ബിംബം, വിഗ്രഹം. ബിംബം എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ എന്തൊന്നാണോ റിഫ്ലക്റ്റ് ചെയ്തത് അത്, രണ്ടും ബിംബമാണ്. റിഫ്ലക്റ്റ് ചെയ്തതും ബിംബമാണ്, റിഫ്ലക്ഷനും സംസ്കൃതത്തിൽ ബിംബമാണ്. ബിംബവും പ്രതിബിംബവും സംസ്കൃതത്തിൽ ബിംബപദം കൊണ്ട് വിളിക്കാം. അപ്പം റിഫ്ലക്ഷനാണ്, റിഫ്ലക്റ്റഡ് ആണ് ഈശ്വരൻ. ആ ഈശ്വരൻ നമ്മുടെ സ്വഭാവത്തെ പ്രതിബിംബിക്കുകയാണ് ചെയ്യുക. അതാണ് ബിംബം. ആ ബിംബമായ ഈശ്വരനോട് അതിനെ പ്രതിഷ്ഠിച്ച തന്ത്രിവര്യനായ ആചാര്യൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. അമ്പലത്തില് പ്രതിഷ്ഠ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതാ, ലോകാനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായന. ഞങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ടും ലോകത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടും അങ്ങിവിടെ കുടികൊണ്ടാലും. അപ്പൊ ഈശ്വരന്റെ ഉത്തരവാദിത്വം എന്താ? ഡ്യൂട്ടി ബൗണ്ടാണ് അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കാൻ. ഏത് ക്ഷേത്രപുരുഷനും ഡ്യൂട്ടി ബൗണ്ടാണ് അനുഗ്രഹിക്കാൻ. അപ്പം 1000 രൂപ കൊടുക്കാൻ ശക്തിയുള്ള നമ്മുടെ വീട്ടുകാരൻ 500 രൂപ കൊടുക്കുമ്പോൾ ഈശ്വരൻ 2 കൈയും തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്നതിനൊക്കെന്നും 500 രൂപ കൊടുക്കാനുള്ള ശക്തി ഉണ്ടാകട്ടെ. അങ്ങനെ അടുത്ത ഉത്സവം വരുമ്പോൾ ജാത്യാലുള്ളത് തൂത്താമായില്ല, 250 രൂപ കൊടുക്കും, വീണ്ടും ഈശ്വരൻ അനുഗ്രഹിക്കും. അങ്ങനെ കൊടുക്കുന്നതിന്റെ ഊക്കുകൊണ്ടും അനുഗ്രഹത്തിന്റെ ആക്കം കൊണ്ടും
നമ്മൾ കുത്തുപാളയെടുക്കുമ്പം നമ്മളും നമ്മുടെ വീട്ടുകാരും അയൽവക്കക്കാരും ഒക്കെ നമ്മളെ ചൂണ്ടി പറയും, ദേ അമ്പലത്തിൽ കൊടുത്തൊരുത്തം മുടിഞ്ഞത് കണ്ടില്ലേ, കുഴപ്പം മുഴുവൻ ഈശ്വരനാ. എന്താ കാരണം? യഥാശക്തി കൊടുക്കാതിരിക്കുക. യഥാശക്തി കൊടുക്കണം. മലയാളിയോട് എന്തു പറയുമ്പോഴും സൂക്ഷിച്ച് പറയേണ്ടതാണ്. കാരണം മലയാളിക്ക് മഴക്കാലത്ത് മാത്രം വായിക്കാനുള്ളൊരു പുസ്തകമുണ്ട്, രാമായണം. കർക്കിടകം 1 തട്ടത്തുനിന്ന് പുറത്തെടുക്കും, കർക്കിടകം 31 അത് വീണ്ടും കയറ്റും. മിഥുനത്തിലും വായിക്കില്ല, ചിങ്ങത്തിലും വായിക്കില്ല. ആ പുസ്തകത്തിൽ ക്രിയാമാർഗോപദേശം കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണസ്വാമിയോട് പറയുകയാണ്, ഭക്തിയോടുകൂടി എനിക്കൊരു തുള്ളി വെള്ളം, ഒരു ഇല, ഒരു പഴം, ഒരു പൂവ്, ഇതിലേത് തന്നാലും ഞാൻ സന്തുഷ്ടനാണ്. മുക്കിന് ഗീതാ ക്ലാസ് നടക്കുന്ന ഇക്കാലത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഫലം, പത്രം, പുഷ്പം, തോയം, ഇവയിലേതെങ്കിലും ഭക്തിയോടുകൂടി എനിക്ക് തന്നാൽ ഞാൻ സന്തുഷ്ടനാണ്. അപ്പോഴാണ് ഇവിടെ വന്നിരുന്ന ഒരാൾ പറയണത് യഥാശക്തി കൊടുക്കണം എന്ന്. ഭഗവാൻ പോലും പറയാത്ത കാര്യമാണോ ഇയാൾ പറയണത്? വിഡ്ഢിത്തമാണ് പറയുന്നത്. വരട്ടെ, ഭഗവാൻ എന്തോടുകൂടി കൊടുക്കണം എന്നാ പറഞ്ഞത്? ഭക്തിയോടുകൂടി കൊടുക്കണം. നമുക്കതുണ്ടോ എന്നൊന്ന് വിശകലനം ചെയ്യാം. ഏതൊരു മഹർഷിയാണോ ഭക്തിയെ നിർവചിച്ചിരിക്കുന്നത് അതുപ്രകാരം ഉണ്ടെങ്കിലേ നമ്മൾ ഭക്തരായിട്ടുള്ളൂ, അല്ലെങ്കിൽ അല്ല. വിവേക ചൂടാമണിയിലെ ഭഗവാൻ ശങ്കരൻ ഭക്തിയെ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യ വിധീയതേ. താൻ ആരാണെന്ന് മനസ്സിലാക്കി അതിൽ അണമുറിയാതെ ധ്യാനം ചെയ്യുന്നവനാരോ അവൻ അനുസന്ധാനം. അണമുറിയാത്ത ധ്യാനം, മുറിയാത്ത കണ്ടിന്യൂവസ് ആയിട്ടുള്ള ധ്യാനം, മുറിയല. അണമുറിയാത്ത ധ്യാനത്തിന് വിധേയനാക്കുന്നവനാരോ അവൻ ഭക്തൻ. ഇവിടെ ഞാൻ ആരാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ ആരോ ആണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതിനെയാണ് ജീവിതം എന്ന് വിളിക്കുന്നത്. മുഴുവൻ വെച്ചുകെട്ടലുകളാ. മുഴുവൻ വെച്ചുകെട്ടലുകളുടെ വെളിച്ചത്തിൽ പ്രസ്റ്റീജിന്റെ പേരിൽ, സ്റ്റേറ്റസിന്റെ പേരിൽ, കുടുംബമഹിമയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, ഇല്ലാത്ത പലതിന്റെയും പേരിൽ വെച്ചുകെട്ടലുകൾ നടത്തി ജീവിക്കുന്ന എനിക്ക് എന്നെ അറിയില്ല എന്നുള്ളത് കൊണ്ട് ബൈ ദ ഡെഫിനിഷൻ ഓഫ് ശങ്കര ഭഗവത് പാദർ ഞാൻ ഭക്തനല്ല. നാരദ ഭക്തി സൂത്രത്തിലേക്കൊന്ന് പോകാം. 1-ാം അധ്യായം 2-ാമത്തെ സൂത്രത്തിൽ പറയുന്നു നാരദര്, സാ ത്വസ്മിൻ പരമപ്രേമരൂപിണി. ഭക്തി എന്ന് പറഞ്ഞാൽ അതിനോടുള്ള പരമമായ പ്രേമം. ഏതിനോട്? മലയാളിക്ക് ഏത് ചോദ്യത്തിനും അവന്റെ 2-ാമത്തെ ശബ്ദം ഉത്തരം ആ. പ്രേമം എന്ന് പറഞ്ഞാലോ കോളേജ് കുമാരന്മാർ തമ്മിലുള്ള എന്തോ ഒന്ന്. അങ്ങനെ സ്നേഹം പോലും അറിയാത്ത നമുക്ക് പ്രേമം അറിയില്ല. അപ്പൊ ബൈ ദ ഡെഫിനിഷൻ ഓഫ് നാരദ ഭക്തി സൂത്രവും നമ്മൾ ഭക്തരല്ല. ഭക്തിയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഏത് ഗ്രന്ഥം എടുത്തു നോക്കിയാലും നമ്മൾ ഭക്തരല്ല. പിന്നെ നമ്മളെ എന്താ വിളിക്കേണ്ടത്? ഞാനിപ്പോൾ അത് വിളിക്കാൻ പോവുകയാണ്. കുറച്ച് വിഷമമുണ്ടാവും. പക്ഷെ അത് വിളിക്കാതിരുന്നാൽ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് വിഷമമുണ്ടാകും. സ്വാർത്ഥികളെ, ഞാൻ എന്റേത് എനിക്ക് വേണ്ടിയിട്ടുള്ളതിനല്ലാതെ ഇന്നുവരെ ഒരു ചെറുവിരല് പോലും അനക്കാനുള്ള സന്നദ്ധത കാണിക്കാത്ത എന്നെ നിങ്ങളെയും ഒക്കെ ഭക്തരെ എന്ന് വിളിച്ചാൽ ഭക്തിദേവി സുപ്രീം കോടതി കേസ് കൊടുക്കും. അതുകൊണ്ട് വിളിക്കേണ്ടത് സ്വാർത്ഥികളെ എന്നാണ്. ഒരു ആധ്യാത്മിക സദസ്സിലിരിക്കുന്നത് കൊണ്ടൊന്ന് മയപ്പെടുത്തി വിളിക്കാം. എന്നെങ്കിലും ഭക്തരാകാൻ സാധ്യതയുള്ള സ്വാർത്ഥികളെ. അതുകൊണ്ട് ഭക്തർക്കുള്ള ആനുകൂല്യമൊക്കെ പുസ്തകങ്ങളിൽ ചകഞ്ഞു പിടിച്ച് പൊക്കിക്കൊണ്ടുവന്ന് അതനുസരിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ശക്തിക്ക് അനുസരിച്ച് വേണം കൊടുക്കാൻ. ശക്തിക്കനുസരിച്ചിട്ടുള്ള എണ്ണ ഉപയോഗിക്കണം, ശക്തിക്കനുസരിച്ചിട്ടുള്ള തിരികൾ ഉപയോഗിക്കണം, ശക്തിക്കനുസരിച്ചിട്ടുള്ള പൂക്കൾ ഉപയോഗിക്കണം, ശക്തിക്കനുസരിച്ച് ശരീരത്തിന്റെ ശക്തിക്കനുസരിച്ചിട്ടുള്ള നമസ്കാരങ്ങൾ ചെയ്യണം. അങ്ങനെ ശക്തിക്കനുസരിച്ച് ഈശ്വരനെ സേവിച്ച് ആരാധിച്ച് നമ്മൾ പതുക്കെ ജീവിതത്തിലേക്ക് ഇറങ്ങും. ജീവിതത്തില്, നമ്മുടെ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങൾ അത് നാളെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും. അതാണ് പഞ്ചമഹായജ്ഞങ്ങൾ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതയാത്രയെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. നാളെ പഞ്ചമഹായജ്ഞങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് തൽക്കാലത്തേക്ക് നമ്മൾ 5 മിനിറ്റ് കൂടുതൽ സമയമെടുത്തു. നേരത്തെ തുടങ്ങി, 2 മിനിറ്റ് നേരത്തെ തുടങ്ങി, 5 മിനിറ്റ് താമസിച്ചാണ് അവസാനിപ്പിക്കുന്നത്. അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നാളെ നമ്മൾ ഇതിന്റെ ബാക്കി കേൾക്കാൻ വേണ്ടി വീണ്ടും കാണുന്നത് വരെ നമസ്കാരം.